നമ്മുടെ എല്ലാമായ സഅദി ഉസ്താദ് അവർകളെ, മറ്റു ഉസ്താദുമാരെ, നേതാക്കളെ, കാരണവന്മാരെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ് അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ 3 പതിറ്റാണ്ടിലേറെയായി നമ്മുടെ ഈ മഹല്ല് ജമാഅത്തിൽ വലിയ അനുഗ്രഹങ്ങൾക്ക് കാരണമാകുന്ന ദിക്ർ ദുആ മജ്ലിസ് നടന്നു വരുന്നു. അവസാന മുഅ്മിൻ ഈ നാട്ടിൽ നിലനിൽക്കുന്നത് വരെ ആ മജ്ലിസ് നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള ഭാഗ്യം അന്ന് വരെ ഈ മഹല്ലിൽ ജീവിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഓരോ മജ്ലിസും നമ്മുടെ ഇഹപര വിജയത്തിന് വലിയ കാരണമാകുന്ന സുഹൃതങ്ങളായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് ഇൽമ് നുകർന്നു തന്ന ഉസ്താദുമാർ, നമ്മെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾ, സ്നേഹജനങ്ങൾ, നാമുമായി വിവിധ നന്മകളിൽ സംബന്ധിച്ച, സഹകരിച്ച, സഹായിച്ച, നമ്മിൽ നിന്ന് ഈ അടുത്തും മറ്റുമായി വേർപിരിഞ്ഞ എല്ലാ മുഅ്മിൻ മുഅ്മിനാത്തുകളുടെയും സാന്നിധ്യങ്ങളിലേക്ക് നമ്മുടെ ഈ മജ്ലിസിന്റെ ബറക്കത്ത് അല്ലാഹു എത്തിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട സർവരെയും അല്ലാഹുവിൻ്റെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂട്ടി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അത്തരക്കാർക്ക് അല്ലാഹു നൽകുന്ന വലിയ ഒരു നന്മയാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്. യുത്തിൽ ഹിക്മത മൻ യശാ, അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു ഹിക്മത്ത് നൽകും. വമൻ യുത്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ, ഹിക്മത്ത് നൽകപ്പെട്ടവന് ധാരാളം നന്മകൾ നൽകപ്പെട്ടു എന്നത് തീർച്ച. ഒരുപാട് അർത്ഥതലങ്ങൾക്ക് കാരണമാകുന്ന ഒരു വചനമാണ് ഹിക്മത്ത് എങ്കിലും ഖുർആൻ പണ്ഡിതന്മാരിൽ നല്ലൊരു പക്ഷം ഹിക്മത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഇൽമുൻ നാഫിഉ അൽ മുഅദ്ദി ഇലൽ അമൽ, ഉപകാരപ്രദമായ അറിവ്, പ്രവർത്തനത്തിലേക്ക് നയിക്കുന്ന, കേട്ടുപോകുന്നത് മാത്രമല്ല, കേട്ടുകൊണ്ട് ജീവിതത്തിൽ അത് പ്രതിഫലിക്കുന്ന വിധത്തിൽ അത് ചെയ്യുന്നവരായും ഉൾക്കൊള്ളുന്നവരായും മാറ്റം കിട്ടുന്ന അറിവ്, അതാണ് യഥാർത്ഥത്തിൽ ഹിക്മത്ത്. ഓരോ ദിവസവും നാം പഠിക്കുന്ന പഠനങ്ങൾ നമ്മുടെ പ്രവർത്തനത്തിലും സ്വഭാവത്തിലും സംസ്കാരത്തിലും രഹസ്യത്തിലും പരസ്യത്തിലും ഇടപാടിലും സമ്പർക്കത്തിലും സൗഹൃദത്തിലും എല്ലാം കാതലായ മാറ്റങ്ങൾക്ക് കാരണമാകുന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഭാഗ്യമാണ്.
അത്തരത്തിലുള്ള ഹിക്മത്ത് നൽകപ്പെട്ടവർക്ക് ധാരാളം നന്മകൾ നൽകപ്പെട്ടു. അവർക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ നന്മ അവരുടെ അറിവിന്റെ സ്വീകാര്യതയാണ്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഒരറിവ് ഏതെങ്കിലും സ്വഹാബിമാർ മുഖേന അവരുടെ ശിഷ്യന്മാരായ സ്വഹാബിമാരോ താബിഉകളോ അതിനുശേഷമുള്ളവരോ ജീവിതത്തിൽ പകർത്തിയാൽ അത് അപ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ അറിവ് അവരുടെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും മറ്റുള്ളവർക്ക് വായിക്കാനും പഠിക്കാനും അനുകരിക്കാനും പറ്റുന്ന രീതിയിൽ അവരുടെ കൂടെയുണ്ടായിരുന്നു. അറിവിനനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കാനുള്ള ഒരു കഴിവ് അറിവ് പഠിക്കുന്നതിലൂടെ നാം ഓരോരുത്തരും നേടിയെടുക്കും. അതുകൊണ്ടാണല്ലോ എപ്പോഴും ദുആ ഇരക്കാൻ പഠിപ്പിച്ചൊരു ദുആ ഈ സദസ്സിന്റെ ആരംഭത്തിലും ബഹുമാനപ്പെട്ട സാദി ഉസ്താദ് അവർകൾ നമുക്ക് ദുആ ചെയ്തു തന്നു. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമൻ നാഫിഅ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഉപകാരപ്രദമായ അറിവ് നീ പഠിപ്പിച്ചു തരണം. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ. ആ അറിവ് കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും രണ്ട് ലോകത്തും ഉപകാരം ഉണ്ട്. അത് പ്രവർത്തിക്കുന്ന ആൾക്ക് മാത്രം അല്ല ഉപകാരം, കാണുന്നവർക്കും കേൾക്കുന്നവർക്കും അനുധാവനം ചെയ്യുന്നവർക്കും ഒക്കെ ഉപകാരമാണ്. നിങ്ങൾ നോക്ക്, അറിവനുസരിച്ച് ഒരു മനുഷ്യൻ ജീവിക്കുമ്പോ ആ മനുഷ്യനെ പകർത്തിയെടുക്കാൻ ധാരാളം ആളുകളാണ്, ഒരുപാട് ആളുകളാണ് പകർത്തിയെടുക്കുക. അറിവനുസരിച്ചാണ് ആ ജീവിതമെങ്കിൽ അത് പകർത്താൻ ലോകത്ത് 1, 2, 10, 100, 1000, 10,000 അല്ല, ഇഷ്ടം പോലെ ആളുകളാണ് പകർത്തിയെടുക്കുക. തെളിവൊന്നും അവർക്ക് ആവശ്യമില്ല. മുന്നിൽ നടക്കുന്ന ആള്, നേതൃത്വം നൽകുന്ന ആള്, അല്ലെങ്കിൽ നായകത്വം വഹിക്കുന്ന ആള്, അല്ലെങ്കിൽ നമ്മൾ മാതൃകയായി കാണുന്ന നമ്മുടെ മുന്നിലുള്ള കാരണവര്, ഉപ്പയാകട്ടെ ഉമ്മയാകട്ടെ സഹോദരനാകട്ടെ സഹോദരിയാകട്ടെ ഉസ്താദാകട്ടെ ആരാകട്ടെ, അറിവനുസരിച്ച് അവർ മുന്നോട്ട് നീങ്ങുന്നവരാണെങ്കിൽ അവരുടെ ജീവിതം അങ്ങനെ തന്നെ പിൽക്കാലത്തുള്ളവർ ഒപ്പിയെടുക്കും. അവർ പറയും ശേഷമുള്ളവരോട് അവരിങ്ങനെയാ ചെയ്തത്, അവരിങ്ങനെയാ ചെയ്തത്, ഞാൻ അവരിൽ നിന്നാണ് ഇത് പഠിച്ചത്. അതിന്റെ തെളിവൊന്നും അറിയില്ല, അവരിൽ നിന്ന് കണ്ടുപിടിച്ചതാണ്. അവരങ്ങനെ ചെയ്തു, ഞാനും അങ്ങനെ ചെയ്തു. അങ്ങനെയല്ലേ പഠിക്കുന്നത്, അങ്ങനെയാണ് ഇത് പകർത്തുന്നത്. ഉപകാരപ്രദമായ അറിവാകുമ്പോ അതിന്റെ ഫലങ്ങൾ അങ്ങനെ നീണ്ടുകൊണ്ടിരിക്കും. മരിച്ചു കഴിഞ്ഞാൽ അവസാനിക്കുമോ? ഇല്ല. മരിച്ചു കഴിഞ്ഞ് 100 നൂറ്റാണ്ട് കഴിഞ്ഞാൽ അവസാനിക്കുമോ? ഇല്ല. ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അനന്തര ജീവിതത്തിലേക്ക് ഫലം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതനുസരിച്ച് 10 കാര്യങ്ങൾ. അതിൽ മഹാനവർകൾ ആദ്യമായി എണ്ണുന്നത് ഉലൂമുൻ ബസ്സഹാ, അവനവൻ വിതരണം ചെയ്ത അറിവുകൾ. അതിനെത്ര വലിയ ഫലമുണ്ട്. അതിങ്ങനെ എണ്ണി നോക്കിയാൽ അതിന്റെ നീളം നമുക്ക് തീർക്കാൻ കഴിയൂല, അത്രയും അധികം ഉണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങളിൽ നിന്ന് കേട്ട ഹദീസ് ഒരു മഹാനുഭാവന്റെ പക്കൽ ഉണ്ട്. അദ്ദേഹം സ്വഹാബിയാണ്. ഒരു സ്വഹാബിയുടെ പക്കലുണ്ട് എന്നറിഞ്ഞ് 100-ലധികം കിലോമീറ്റർ സഞ്ചരിച്ചു ആ ഹദീസിന് വേണ്ടി മറ്റൊരു മഹാൻ വാഹനത്തിൽ സഞ്ചരിച്ചു. അങ്ങനെ അവിടെ എത്തി, ആളുടെ വീട്ടിലെത്തി. എത്തി നോക്കുമ്പോ ആ വലിയ മഹാൻ അദ്ദേഹത്തിന് എന്താ പണിയെന്നറിയോ? അദ്ദേഹം ഒരു നായക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഹദീസ് കേൾക്കാൻ വേണ്ടി ചെന്ന ആ മഹാൻ ഒരു സലാം പറഞ്ഞപ്പോ സലാം മടക്കി, വലൈക്കും സലാം എന്ന് സലാം മടക്കി. അദ്ദേഹം അങ്ങനെ കാത്തു നിൽക്കുന്നു സംസാരിക്കാനുള്ള സമയം. പക്ഷേ നായക്ക് ഭക്ഷണം കൊടുക്കുന്ന ആ മഹാപണ്ഡിതൻ ഭക്ഷണം കൊടുക്കുന്നതിന്റെ ആ ജോലിയിൽ അങ്ങനെ ഏർപ്പെട്ട് നായക്ക് മതിയായിട്ടില്ല എന്ന് കാണുമ്പോ കുറച്ചുകൂടി കൊടുത്ത്, പിന്നെയും കുറച്ചുകൂടി ഇട്ട് കൊടുത്ത്, ആ നായ ഭക്ഷണം കഴിച്ച് പോകുന്നത് വരെ അതിനെ പരിപാലിച്ച് അതിനെ ശുശ്രൂഷിച്ച്. അപ്പൊ വന്ന ആളെ മനസ്സിലിങ്ങനെ സുബ്ഹാനല്ലാഹ്, ഞാന് ഒരു ഹദീസ് എനിക്ക് ലഭിക്കാത്തത് ഉണ്ട് എന്നറിഞ്ഞ് ഈ മഹാനെ കാണാൻ 100 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വന്നതാണ്. സലാം പറഞ്ഞു. ആ ഹദീസ് ഒന്ന് കിട്ടാൻ വേണ്ടി ചോദിക്കാൻ ഒരു അവസരം കാത്തു കഴിയുമ്പോഴും നായക്ക് ഭക്ഷണം കൊടുത്ത് അതിന്റെ തിരക്കിൽ ഇങ്ങനെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ ഈ മഹാൻ. അങ്ങനെ ഏകദേശം നായക്ക് ഭക്ഷണം മതിയായി എന്ന് കണ്ടപ്പോ നായ അതിന്റെ മുഖം ഒന്ന് തുടച്ചു. നായ സിറി തുറക്കുന്ന കണ്ടില്ലേ? ഇല്ല. സുബ്ഹാനല്ലാഹ്, നമ്മൾ മാത്രം തുറക്കുക, അതും തുറക്കലുണ്ട്. അതിന്റെ ഭക്ഷണം കഴിച്ച ആ വായ ഒന്നിങ്ങനെ തുടച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വരുതി. ആദ്യം ഒന്ന് നിലത്തിട്ടൊന്നിങ്ങനെ തുടച്ചു, പിന്നെ അതിന്റെ കൈകളെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി. ഭക്ഷണം തന്ന മനുഷ്യന് ഒന്ന് വാലാട്ടി ഒരു നന്ദിയൊക്കെ പറഞ്ഞ് നായ ഒരു ഭാഗത്തുകൂടെ പോയി. അപ്പൊ ഈ ഹദീസ് കേൾക്കാൻ വേണ്ടി വന്നിരിക്കുന്ന വളരെ ദൂരത്തുനിന്ന് വന്ന ആ മഹാനുഭാവനോട് നായക്ക് ഭക്ഷണം കൊടുത്ത ആ വലിയ പണ്ഡിതൻ, നായക്ക് ഭക്ഷണം കൊടുക്കുന്നത് തെറ്റൊന്നുമല്ല, നല്ല കാര്യം തന്നെയാണ്. നായക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് തെറ്റൊന്നുമില്ല. കാവലിന് വേണ്ടിയോ മറ്റോ നായനെ പോറ്റുന്നതിനും തെറ്റൊന്നുമില്ല. പക്ഷെ മടിയിലും തോളിലും തലയിലും വെച്ച് അതിനെ കൊഞ്ചിച്ച് ലാളിക്കുമ്പോ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അതിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ അവിടെയും ഇവിടെയും വരുതി വൃത്തിയാക്കേണ്ടതുപോലെ വൃത്തിയാക്കാതിരുന്നാൽ നമ്മുടെ ശരീരം കൊണ്ട് നിസ്കരിക്കാനോ മറ്റു കർമ്മങ്ങളോ ചെയ്യാൻ പറ്റില്ല. നജസ് വിട്ടുമാറൂല എന്നർത്ഥം. ചിലരൊക്കെ 10,000 രൂപക്ക് വില കൊടുത്തുകൊണ്ട് ചില നായ്ക്കളെ വാങ്ങലുണ്ട്. കാണാൻ നല്ല ചൊങ്കും ചൊർക്കുള്ള നായ്ക്കൾ. വാങ്ങുന്നതിനും പോറ്റുന്നതിനും തെറ്റൊന്നുമില്ല, ആവശ്യമുണ്ടെങ്കിൽ. പക്ഷെ അതിനെങ്ങനെ ലാളിക്കുമ്പോ ശ്രദ്ധിക്കണം, പരിപാലിക്കുമ്പോ നല്ലോണം സൂക്ഷിക്കണം. ഭക്ഷണം അതിന് കൊടുക്കണം, അതും ഒരു ജീവിയല്ലേ, വെള്ളം കൊടുക്കണം, ആവശ്യമുള്ളതൊക്കെ കൊടുക്കണം. ഈ ഹദീസ് കേൾക്കാൻ വേണ്ടി വന്ന ആ മഹാനുഭാവനോട് നായക്ക് ഭക്ഷണം കൊടുത്ത മഹാൻ പറഞ്ഞു, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. ഒരാളെ പ്രതീക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും വന്ന് പ്രതീക്ഷിച്ച ആളെ വേണ്ടതുപോലെ പരിഗണിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ മനുഷ്യൻ അല്ലാഹുവിനെ മാത്രം പ്രതീക്ഷിച്ച് ചെല്ലുന്ന ഖിയാമത്ത് നാളിൽ ആ മനുഷ്യന് വേണ്ട എല്ലാ കാര്യങ്ങളും വിഷയങ്ങളും അല്ലാഹു തആല നിറവേറ്റി കൊടുക്കും എന്ന അർത്ഥം വരുന്ന രീതിയിലുള്ള ഒരു ഹദീസ് ഈ വന്നു നിൽക്കുന്ന പഠിതാവായി വന്നു നിൽക്കുന്ന മഹാനുഭാവനോട് ഓതിക്കൊടുത്തപ്പോ കൂട്ടത്തിൽ പറഞ്ഞു, ഈ പരിസരത്ത് എവിടെയും നായയില്ല. അതുകൊണ്ട് ഈ നായ എവിടുന്നോ പ്രതീക്ഷിച്ച് എന്നിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് കരുതി ഇങ്ങോട്ട് കയറി വന്നതാണ്.
പ്രതീക്ഷയോടെ വന്ന ആ നായക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ? അതുകൊണ്ടാണ് ഭക്ഷണം കൊടുത്തത്. നിങ്ങളെ പരിഗണിക്കാൻ കഴിയാഞ്ഞിട്ടോ മറ്റോ ഒന്നുമല്ല, നിങ്ങളെ ശ്രദ്ധിക്കാൻ കഴിയാഞ്ഞിട്ടോ അല്ല. ഇങ്ങനെ ഒരു ഹദീസ് കേട്ടത് കൊണ്ട് എന്നെ പ്രതീക്ഷിച്ചു വന്ന നായയെ വെറുതെ മടക്കി വിടാൻ പാടില്ല എന്ന് കരുതിയിട്ടാണ് ഭക്ഷണം കൊടുത്തത് എന്ന് പറഞ്ഞപ്പോ ഹദീസ് കിട്ടിയ ആ മഹാൻ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ ഏറെ സ്തുതിച്ചു. ഞാൻ ആഗ്രഹിച്ച രീതിയിൽ വലിയ സമ്പത്താകുന്ന ഒരു ഹദീസാണ് എനിക്ക് ലഭിച്ചത്. ചെറുതൊന്നുമല്ല, എനിക്ക് കിട്ടിയ ഹദീസ് ഞാൻ പ്രതീക്ഷിച്ച ഹദീസുകളിൽ വലിയൊരു ഹദീസാണ്. ഞാൻ ആഗ്രഹിച്ച, എനിക്കേറെ ഗുണപാഠമുള്ള ഒരു ഹദീസാണ് കിട്ടിയത്. ഇതിൽ നിന്ന് നമുക്ക് ധാരാളം പഠിക്കാനുണ്ട്. നായക്ക് വേണ്ടി മാത്രമുള്ളൊരു ഹദീസല്ല ഇത്. നമ്മളെ പ്രതീക്ഷ വെച്ചുകൊണ്ട് മനുഷ്യന്മാര് വരുമ്പോ വെറുപ്പോടെ മടക്കി വിടാൻ പാടില്ല. ഒരു പക്ഷേ നിങ്ങളെ വീട്ടിലേക്ക് ഒരു ദിവസം ഒരു 10 പിരിവുകാര് വന്നു കൂട്ടിക്കോളൂ. ഒരു ഉദാഹരണം, 10 പിരിവുകാര്. ഒരാള് യതീംഖാനന്റെ പിരിവ, വേറെ ഒരാള് സാധുക്കളായ രോഗികൾക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി രേഖയൊക്കെ ഉണ്ട്, അതിന്റെ ഒരു പിരിവാണ്. വേറെ ഒരാള് പാവപ്പെട്ട കുറെ സാധുക്കളായ ആളുകൾക്ക് വസ്ത്രം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി അതിന്റെ ഒരു പിരിവാണ്. ഈ വന്ന പിരിവുകാരൊരൊറ്റ ആളെയും നിരാശയോടെ മടക്കി വിടരുത്. എല്ലാവർക്കും ഒരു പ്രതീക്ഷ കൊടുക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ കാശില്ലെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഫഇല്ലം യജിദ് ഫബിൽ കലിമത്തി ത്വയ്യിബ. കാശൊന്നും കൊടുക്കാനില്ലെങ്കിൽ നല്ല വർത്തമാനം പറഞ്ഞ് മനസ്സമാധാനത്തോടുകൂടെ മടക്കി വിടണം. വാതിൽ തുറന്ന് കാണുമ്പോഴേക്ക് ഒരു 10 കിലോ തൂക്കിയിട്ട് അയാളെങ്ങനെ നോക്കിയിട്ട് ദുനിയാവിൽ പിന്നെ അയാൾക്ക് ഉറക്കം കിട്ടാത്ത രൂപത്തിലുള്ള ഒരു പേടിപ്പെടുത്താൻ പാടില്ല. ഓരോരുത്തന്മാരും ഇങ്ങോട്ട് കയറി വരും. നേരം വെളുക്കാൻ ഒഴിവില്ല, സുബഹി നിസ്കരിച്ചോ ഇല്ലേ എന്ന് അപ്പോഴേക്ക് പിരിവുണ്ട്. ഇയാളെ മുഖം ഒന്നായിട്ട് കണ്ടിട്ട് മറ്റേക്ക് സുബ്ഹാനല്ലാഹ്, ദുനിയാവിൽ ഇമ്മാതിരി ഒരു ജീവി ആദ്യമായിട്ട് കാണുകയാണ്. അങ്ങനെ നീ നോക്കി പേടിപ്പിക്കരുത്. നിന്നെ കൊണ്ട് ഒന്നും കൊടുക്കാൻ കഴിയില്ല. സലാം പറഞ്ഞ് അദ്ദേഹത്തെ സ്വീകരിച്ച് നല്ല വർത്തമാനങ്ങൾ പറഞ്ഞ് ദുആ ചെയ്തു കൊടുത്ത് സമാധാനത്തോടെ മടക്കി വിടുമ്പോ ആ മനുഷ്യന്റെ മനസ്സിലൊരു സന്തോഷം വരും. ഒന്നും തന്നില്ലെങ്കിലും നല്ല പെരുമാറ്റല്ലേ, നല്ല സ്വഭാവല്ലേ, നല്ല സമീപനല്ലേ, അല്ലാഹു അദ്ദേഹത്തിന് ബർക്കത്ത് കൊടുക്കട്ടെ എന്ന് ദുആർക്കും. ആ മനുഷ്യൻ തിരിച്ചു പോകുമ്പോ കാശ് കിട്ടിയതിന്റെ പേരിലല്ല ദുആ ചെയ്തത്, നല്ല സഹവാസം, നല്ല സമീപനം, അതിന്റെ പേരിലാണ് ദുആ ചെയ്തത്. ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും സമ്പത്ത് കിട്ടുന്നതിനേക്കാളും വലിയ ലാഭമാണ് ഇപ്പോൾ കിട്ടിയ സമീപനം കൊണ്ട്. പ്രതീക്ഷിച്ചു വരുന്ന ആരെയും മടക്കി വിടാത്ത ആളുകളെ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. അവരെ മുറാദൊക്കെ ദുനിയാവെന്ന് അല്ലാഹു ഹാസിലായി കൊടുക്കും. പ്രതീക്ഷിച്ചു വരുന്ന ഏതൊരാളെയും എന്തെങ്കിലുമൊക്കെ കൊടുത്ത് നല്ല നിലക്ക് ഒന്നുകിൽ സമ്പത്തോ അല്ലെങ്കിൽ നല്ല വാക്കോ നല്ല പ്രതികരണത്തോടെ മടക്കി വിടുന്ന ഒരാളാണെങ്കിൽ അവരെ മുറാദുകളൊക്കെ അല്ലാഹു ഹാസിലാക്കി കൊടുക്കും. എന്തേ കാരണം? പ്രതീക്ഷിച്ചു വരുന്ന ഒരാളെയും നിരാശപ്പെടുത്തിയിട്ടില്ല. നല്ല രൂപത്തിലാണ് മടക്കി അയച്ചത്, നല്ല സമീപനമാണ് സ്വീകരിച്ചത്. അത് വലിയൊരു ഖൈറാണ്. അപ്പൊ ആ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കിട്ടിയ ഹദീസ് കൊണ്ട് ആ വലിയ പണ്ഡിതൻ അർത്ഥമാക്കിയത് വീട്ടിൽ വരുന്ന മനുഷ്യന്മാരെ മാത്രം സ്വീകരിക്കുന്നതിനല്ല, ഒരു നായ വന്നപ്പോൾ നായക്ക് ഭക്ഷണം കൊടുക്കുന്നതിനും ആ ഹദീസാണ് ആധാരമാക്കിയത്. ആ ഹദീസ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഫലമുണ്ടാക്കിയൊരു ഫലമാണത്. എന്നെ തേടി എന്റെ വീട്ടിലേക്ക് വന്നതൊരു നായയാണെങ്കിൽ നായക്കും കൊടുക്കണം ഭക്ഷണം. അതും അല്ലാഹുവിന്റെ ഒരു സൃഷ്ടിയല്ലേ, അതിനും ദാഹവും വിശപ്പൊക്കെ ഉണ്ടാകൂലേ എന്ന് മനസ്സിലാക്കി ഈ ഹദീസ് കിട്ടിയ മഹാന് 100 കിലോമീറ്റർ യാത്ര ചെയ്തത് വലിയൊരു ഭാഗ്യമായിട്ടാ തോന്നിയത്.
100 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടും ഒരു ഹദീസ് കിട്ടിയതിൽ എത്ര വലിയ സന്തോഷം, വലിയ സന്തോഷമാണ്. സഹോദരങ്ങളെ, ഇൽമ് നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കണം. പ്രതിഫലനമുള്ള ഇൽമ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഇൽമ് ഒരുപാട് കേട്ടിട്ട് കാതലായി മാറ്റമൊന്നും വന്നില്ല എന്നാ വലിയ പേടിക്കണം. ഒരു മനുഷ്യന് ഇൽമു കൂടി, പക്ഷേ ആ മനുഷ്യന് ഹുദ, നേർവഴി, സന്മാർഗം, ഈമാന്, ഇഖ്ലാസ്, തഖ്വ എന്നൊക്കെ അർത്ഥമാക്കുന്ന ഹിദായത്തിന്റെ മാർഗങ്ങൾ ആ മനുഷ്യനിൽ കൂടുതലായി വന്നില്ല. ലം യസ്ദദ് മിനല്ലാഹി ഇല്ലാ ബുഅദാ. ആ മനുഷ്യൻ അല്ലാഹുവിനോട് അടുക്കുകയല്ല, അവൻ അല്ലാഹുവിനോട് അകലത്താവുകയാണ്, ദൂരത്താവുകയാണ്. റബ്ബിനോട് അവൻ അടുക്കണമോ? അല്ലാഹു അവന് നൽകുന്ന ഇൽമനുസരിച്ച് ജീവിതത്തിൽ പ്രതിഫലനമുണ്ടാക്കിയിട്ട് അമല് ചെയ്ത് ആ അമല് തന്നെ ഭംഗിയാക്കി ഇഖ്ലാസുള്ളതും മികവുള്ളതുമാക്കി അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമാക്കി മുന്നോട്ട് നീങ്ങണം. അറിവൊരുപാട് പഠിച്ചു വെച്ചു, പക്ഷേ ഇപ്പോഴും നമ്മുടെ പലരുടെയും മനസ്സിൽ വരുന്ന ചിന്ത പ്രവർത്തിക്കാനായിട്ടില്ല. സമയം ഇനിയും കുറെ വരാനുണ്ട്, ഇനിയും സമയം കുറെ ആകാനുണ്ട്. ഇല്ല സഹോദരങ്ങളെ, ഏതെല്ലാം വിഷയങ്ങൾ അറിയുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രകാശിപ്പിക്കാനുള്ളതാണ്, നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതാണ്, മാറ്റം വരുത്താനുള്ളതാണ്. അറിവിനനുസരിച്ച് ജീവിതം മാറണം. എല്ലാ സമയത്തും ഒരുപോലെ ജീവിക്കരുത്. കുട്ടിക്കാലത്ത് ജീവിച്ചൊരു ജീവിതം ഉണ്ട്, അത് തെമ്മീസെത്തിയപ്പോൾ മാറിയില്ലേ? മാറണം. തെമ്മീസും കഴിഞ്ഞ് പ്രായപൂർത്തിയും പക്വതയും എത്തിയപ്പോൾ ജീവിതത്തിന്റെ ശൈലി മാറണം. പിന്നീട് അനുദിനം മാറേണ്ടതാണ്. അറിവ് കൂടുതൽ സ്വീകരിക്കുകയും അതിനനുസരിച്ച് വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരുകയും വേണം. അങ്ങനെ ഒരു ചിട്ടപ്പെടുത്തിയ ജീവിതം ഉണ്ടാകുമ്പോ സത്യത്തിൽ മുത്തഖീങ്ങളുടെ ജീവിതം അങ്ങനെയാണ്. മുത്തഖിയായി ജീവിക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. മുത്തഖിയായി ജീവിച്ച് മുത്തഖിയായി ഈ ദുനിയാവിൽ നിന്ന് വിടവാങ്ങണം. അതിനാണ് നമ്മുടെ കഠിനാധ്വാനങ്ങൾ മുഴുവനും. മുത്തഖിയായി ജീവിക്കുമ്പോ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഞാൻ അതിന്റെ ചെറിയൊരു തലം മാത്രമേ പരാമർശിക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് ഉസ്താദുമാര് വാദ് പറയുമ്പോ നമ്മൾ ഓരോരുത്തരും കേട്ടു പഠിക്കണം. പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മുത്തഖിയായി ജീവിക്കുന്ന മനുഷ്യന്റെ ജീവിതം ഏറ്റവും സൗന്ദര്യമുള്ള ജീവിതമാകണോ? അതിനവന്റെ ജീവിതം ചിട്ടപ്പെടുത്തിയ രീതിയിലാകണം. രാവും പകലും ആ ജീവിതത്തിന് വരേണ്ട ചേരുവകളൊക്കെ ചേരണം. അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പോലെയുള്ള മഹാന്മാര് പറഞ്ഞതുപോലെ, ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ധാരാളം മഹാന്മാര് പറഞ്ഞതുപോലെ, നഹാറൂക യാ മഗ്റൂറു സഹ്വുൻ വഗഫ്ലതു വലൈലൂക നൗമുൻ വറദാലക ലാസിമു. എപ്പോഴും ഈ പദ്യം ഇങ്ങനെ മറ്റുള്ളവർക്ക് മുന്നിൽ പാടിയിട്ട് ഒരു നസീഹത്ത് ചെയ്യുന്ന വലിയൊരു മഹാനുണ്ടായിരുന്നു, സിലത്ത് ഇബ്നു അശ്യമിൽ അദവി റളിയല്ലാഹു അൻഹു. ആ മഹാനുഭാവന്റെ ജീവിതം വല്ലാത്ത സൗന്ദര്യമുള്ള ജീവിതമാണ്. ആരും കണ്ടാൽ അങ്ങനെയൊന്ന് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജീവിതമാണ്. അവര് മറ്റുള്ളവരോട് നസീഹത്ത് ചെയ്യുമ്പോ പറയും, നഹാറൂക യാ മഗ്റൂറു സഹ്വുൻ വഗഫ്ലതു. ഓ മനുഷ്യ, ദുനിയാവിന്റെ ആസ്വാദനത്തിൽ വഞ്ചിതനായ മനുഷ്യ, നിന്റെ പകൽ സഹ്വുൻ വഗഫ്ലതു, അശ്രദ്ധയും അലംഭാവവുമാണ് നിന്റെ പകല്. പകല് കൊണ്ട് കാര്യമായി ഫലമൊന്നുമില്ല. നിന്റെ പകല് വീക്ഷിച്ചു നോക്കി പുരോഗതിയൊന്നുമില്ല. ഇഹത്തിനും ഇല്ല, പരത്തിനും ഇല്ല. ദുനിയാവിനും നേട്ടമില്ല, ആഖിറത്തിനും നേട്ടമില്ല. വലൈലൂക നൗമുൻ വറദാലക ലാസിമു.
നിന്റെ രാത്രിയോ ഉറക്കം മാത്രമാണ് നിനക്ക് സമ്മാനമായി കിട്ടുന്നത്. ഈ രണ്ട് ചെയ്തികളെ കൊണ്ടും നിനക്ക് വരുന്നത് നാശം, തകർച്ച, അത് മാത്രമേ നിനക്ക് കിട്ടുന്നുള്ളൂ. വേറെ ഒന്നും കാതലായി നിന്റെ ജീവിതത്തിൽ വരുന്നില്ല. അതുകൊണ്ടല്ലേ ചില മഹാന്മാർ ഇതൊന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു. നഹാറൂക ബത്താനുൻ വലൈലൂക നായിമു ഫൈശൂക യാ മിസ്കീനു ഐശുൽ ബഹായിമി. നിന്റെ പകൽ കഴിയുന്ന അത്ര നീ ഭോജനം നടത്തി നടക്കുന്നു. എത്രമാത്രം നിനക്ക് ഭക്ഷിക്കാൻ കിട്ടുന്നത് എവിടുന്നെല്ലാം കിട്ടുന്നുവോ, എത്രമാത്രം അത് നിറക്കാൻ പറ്റുമോ, നിന്റെ ടാങ്ക് ഫുള്ളാക്കി നീ എങ്ങനെ നടക്കുന്നു. പകല് സമയത്ത് നിന്റെ വയറ് ഫുള്ളായത് കൊണ്ട് നീ പല കാര്യങ്ങൾക്കും നിന്നെ കൊണ്ട് കഴിയാതെ ഒരു വയറ് മുഴുവനും നിറച്ച ഒരാള് നടക്കുന്നത് പോലെ, ഇരിക്കുന്നത് പോലെ, കിടക്കുന്നത് പോലെ നീ എങ്ങനെ പോകുന്നു. വലൈലൂകനായിമു, രാത്രിയാണെങ്കിലോ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഉറക്കം മാത്രമാണ്. വേറെ ഒരു സംഗതിയുമില്ല നിന്റെ ജീവിതത്തിൽ, ഉറക്കം മാത്രമാണ്. നിന്നെ പോലെ ദുനിയാവിൽ തക്ലീഫില്ലാത്തൊരു ജീവിയുണ്ട്. ഫൈശൂക യാ മിസ്കീനു ഐശുൽ ബഹായിമി. നിന്റെ ജീവിതവും നിന്റെ വീട്ടിലെ ആലയിൽ കെട്ടിവെച്ച മൃഗത്തിന്റെ ജീവിതവും തമ്മിൽ മാറ്റമുണ്ടോ? ഇല്ല. പകൽ അതിനെന്താ പണി? വിശപ്പ് മാറുന്നതും കിട്ടുന്നതും അടക്കം അതങ്ങനെ ഭക്ഷിക്കുന്നു. കിട്ടുന്ന ഭക്ഷ്യവസ്തുക്കളൊക്കെ അത് കഴിക്കുന്നു. രാത്രിയാകുമ്പോ അത് ഉറങ്ങുന്നു, വിശ്രമിക്കുന്നു. അതിന് പ്രത്യേകമായി തക്ലീഫില്ലല്ലോ. അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് ശാസനയില്ലല്ലോ. ഇസ്ലാമികമായതിന് പ്രത്യേക നിയമങ്ങളും സംവിധാനങ്ങളും അതിനില്ലല്ലോ. അതേ രൂപത്തിൽ നീയുമായാൽ റബ്ബ് സുബ്ഹാനഹു വ തആല നിനക്ക് തന്നിരിക്കുന്ന ബോധവും ബുദ്ധിയും എന്തിനാ സഹോദരാ, എന്തിനാണത് ഉപകാരപ്പെട്ടത്? എന്താണത് കൊണ്ട് നേട്ടം കിട്ടിയത്? അതുകൊണ്ട് ജീവിതത്തിൽ നല്ല മാറ്റം വേണം. അടുക്കും ചിട്ടയുമാർന്ന ജീവിതമാണ് മുത്തഖിയായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. രാവും പകലും ഒരുപോലെയാകരുത്, എല്ലാം വ്യത്യസ്ത രൂപത്തിലാകണം. വെറുതെ നേരം ചെലവഴിക്കുന്ന, അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന കൂട്ടക്കാരിൽ ഉൾപ്പെടരുത്. ജീവിതത്തിന് ഒരു ക്രമീകരണം മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ അത് കാണിച്ചു തന്നിട്ടുമുണ്ട്. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹു, ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം ശിഷ്യന്മാര് മുഴുവനും പകർത്തിയത് അങ്ങനെയാണ്. 24 മണിക്കൂർ ജീവിതത്തിൽ അവർ ശിഷ്യന്മാര് പറയും, എന്റെ ഉസ്താദിന്റെ 24 മണിക്കൂർ ജീവിതം, 24 മണിക്കൂറും ഒരു മിനിറ്റ് പോലും, ഒരു സെക്കൻഡ് പോലും വെറുതല്ല. 24 മണിക്കൂറും നല്ല ഫലമുള്ള ജീവിതമാണ്, നല്ല കാതലായ ജീവിതമാണ്. തർത്തീബ്, ക്രമീകരണം നമ്മുടെ ജീവിതത്തിൽ സാധ്യമാക്കിയെടുക്കണം. എങ്ങനെങ്കിലും ജീവിച്ചു തീർക്ക എന്നതാകരുത് ഒരു മുത്തഖിയായ മനുഷ്യന്റെ ജീവിതത്തിന്റെ ശൈലി. എങ്ങനെങ്കിലൊക്കെ കൊണ്ട് വയസ്സിങ്ങനെ കൂടിങ്ങനെ വരിക, അങ്ങനെ കുറെ കഴിയുമ്പോൾ പ്രായം കൂടുക, കുറെ കഴിയുമ്പോൾ അവശനായി മാറുക, പിന്നെ അങ്ങോട്ട് മരിക്കുക. അങ്ങനെ ആകരുത്. മുക്കല്ലഫായി തീർന്നോ? നിന്റെ ജീവിതത്തിൽ ടൈം ടേബിൾ വേണം. എന്നിട്ട് ജീവിതത്തെ നീ കൃത്യമാക്കി ആ മാർഗത്തിൽ തന്നെ കൊണ്ടു നടക്കണം. സഹോദരാ, നീ തുടങ്ങുന്നത് പകല് മുതൽക്കാണ്, രാത്രി മുതൽക്കാണ്, ഏതു മുതൽക്കാണെങ്കിലും അതിന് തർത്തീബ് വേണം. ഇമാമിങ്ങൾ ജീവിച്ച് പഠിപ്പിച്ച് കാണിച്ചു തന്നത് വെറുതെയല്ല, അവരുടെ മുൻഗാമികളിൽ നിന്ന് അവർ പകർത്തിയെടുത്തതാണ്. ഏറ്റവും അധികം ജീവിതത്തിന്റെ തർത്തീബ് ഒരു സമയം പോലും വെറുതെ ആകാത്ത രൂപത്തിൽ അത് പഠിപ്പിച്ചു, മാതൃകയാക്കി നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഒരു സമയം പോലും വെറുതെ എന്ന് പറയാൻ, ഒരു സമയം പോലും വെറുതെ തുലക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. എല്ലാ സമയങ്ങളും അമൂല്യമാണ്. ചിലരോട് ചോദിച്ചാൽ അങ്ങനെ പറയും, എന്താ അങ്ങനെ നിൽക്കുന്നത്? ഒന്നുമില്ല, വെറുതെ നിൽക്കുക. എന്താ അങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല, വെറുതെ നോക്കുക.
എന്താ അങ്ങനെ നടക്കുന്നത്? വെറുതെ നടക്കുക, വെറുതെ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ വെറുതെ നിൽക്കുന്ന, വെറുതെ നടക്കുന്ന, വെറുതെ നോക്കുന്ന ആൾക്കാർ എനിക്ക് വെറുപ്പാണ്. എന്തെങ്കിലൊക്കെ ഒരു ശുഗല് വേണം. ആ സമയം അമൂല്യമാണ്. വെറുതെ കളയാൻ എവിടെ സമയം? കാതലായ വിഷയങ്ങൾ ചോദിച്ചു നോക്കിയാൽ ഒന്നും ഉണ്ടാകൂല. ആളെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാകൂല. ദുനിയാവിലും ആഖിറത്തിലേക്കും എന്റെ ജീവിതത്തിൽ ഫലിപ്പിക്കേണ്ട കാര്യങ്ങൾ, സുഹൃതങ്ങളെ പറ്റി അന്വേഷിച്ചു നോക്കിയാൽ ഉണ്ടാകുമോ? ഇല്ല. ഈ വെറുതെ നടക്കുന്ന ആളോട് എന്നാ സുഹൃത്തെ, ഒരു സമയം ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ ലാഭല്ലേ? കുറച്ചെന്തെങ്കിലൊക്കെ ഒന്ന് വായിച്ച് പഠിച്ചൂടെ? എന്തെങ്കിലൊക്കെ ഒരു തൊഴിൽ പഠിച്ചൂടെ? അല്ലെങ്കിൽ എന്തെങ്കിലൊക്കെ ഒരു ഹലാലായ തൊഴിൽ ചെയ്തൂടെ? അല്ലെങ്കിൽ ഏതെങ്കിലൊക്കെ ഒരു സുഹൃതം നിന്റെ ജീവിതത്തിൽ ഈ ടൈമിൽ അങ്ങ് ചാലു ആക്കിക്കൂടെ? അതൊക്കെ പറ്റും. എനിക്ക് സമയം നീ കുറെ ഉണ്ടല്ലോ. അങ്ങനെ സമയം കുറെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ അങ്ങനെ നിൽക്കുകയാണ്. ഇനി എന്നാത് സമയം കുറെ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്നാത് ചെയ്യാ? അവസാനം അവൻ പറയും, രോഗിയായി കിടക്കുമ്പോ ഒരുപാട് വിഷയങ്ങളും കാര്യങ്ങളും ചെയ്യാനുണ്ട്. അപ്പോഴേക്ക് അല്ലാഹു തആല രോഗം തന്നു. ഇനി ഞാനെന്താ ചെയ്യാ? അപ്പൊ ഇതുവരെ കഴിഞ്ഞ ടൈമോ എന്ന് ചോദിക്കുമ്പോ ഉത്തരം ഉണ്ടാകൂല. ആരോഗ്യമുള്ള കുറെ സമയം കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോ അതിന് മറുപടി ഉണ്ടാകൂല. ജീവിതത്തിൽ നല്ല തർത്തീബ് ഉണ്ടാക്കുക. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം നോക്ക് നിങ്ങൾ. നമുക്ക് ഉദാഹരണമായി എടുക്കാം. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു സുബഹി നിസ്കാരത്തിന്റെ ശേഷമുള്ളതങ്ങ് തുടങ്ങുക. സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന് എന്താണ് സഹോദരങ്ങളെ ജീവിതത്തിലുള്ള പണി? സുബഹി നിസ്കാരം കഴിഞ്ഞാൽ മൂന്നാലൊരു ലെവലിൽ തിരിയണം എന്നാണ് ശൈഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു നമ്മോട് പഠിപ്പിക്കുന്ന തർത്തീബ്. സുബഹി നിസ്കാരം കഴിഞ്ഞാൽ സുമ്മസ്തഗിൽ ബിൽ ഇൽമി ഔ ബിഇബാദത്തിൻ ഔ ബിൽ മഈശത്തി വഖ്തറന്നൽ അഫ്ളല. സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ഒന്നുകിൽ നീ അറിവ് കൊണ്ട് വ്യാപൃതനാകണം, അറിവ് പഠിക്കുക, പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഇബാദത്ത് കൊണ്ട് നീ ശുഗലാകണം. ഔ ബിൽ മഈശത്തി, അല്ലെങ്കിൽ ജീവിതോപാധി, ജീവിതമാർഗം, തൊഴിൽ, നല്ല തൊഴിൽ കൊണ്ട് നീ ജോലിയാകണം. മൂന്നാലൊരു സംഗതിയുമായി ബന്ധപ്പെടണം. വഖ്തറന്നൽ അഫ്ളല, കഴിയുമോ നിനക്ക് ഇതിലേറ്റവും ഉചിതമായത് നീ സെലക്ട് ചെയ്തോ, ഏറ്റവും ശ്രേഷ്ഠമായത് നീ തെരഞ്ഞെടുത്തോ? കഴിയുമെങ്കിൽ തെരഞ്ഞെടുക്കാൻ കഴിയും. ജോലിയില്ലാത്ത ആൾക്കാർക്ക്, ജോലിക്ക് പോകേണ്ടതില്ലാത്ത ആൾക്കാർക്ക്, അവർക്കൊക്കെ ഇൽമു പഠിക്കാനിരിക്കാലോ. പക്ഷെ ഇരിക്കൂല. സുബഹിക്ക് ജമാഅത്തിന് വന്നാലും ഒരു ദർസ് കേൾക്കാൻ വേണ്ടി ഇരിക്കട്ടെ എന്നുള്ള പഴയ കാലത്തൊക്കെ ആൾക്കാർ ഇരിക്കൂല. സ്വന്തം ശരീരത്തിന്റെ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹമുണ്ട്. എന്ത്? ഒരു ചായയും ഒരു കടിയും കുടിച്ച് പിന്നെ ഒരു 3-4 മണിക്കൂർ കണ്ടിന്യൂ ആയിട്ട് ഉറക്കം. അങ്ങനെ അങ്ങോട്ട് കൂട്ടി നോക്കിയാൽ പരിപാടി കണ്ടില്ല. പരിപാടി കൃത്യസമയത്ത് നിർത്തും. നീട്ടൊന്നുമില്ല. ഞാൻ പൊതുവെ നീട്ടാത്ത ആളാ. നേരത്തെ തുടങ്ങാൻ ഉസ്താദ് പറഞ്ഞപ്പോ തന്നെ എനിക്ക് വലിയ സന്തോഷമായി. ഇവിടെ അങ്ങനെയൊന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ ഇന്ദ്രവാദിന് നിങ്ങളുടെ നാട്ടിൽ തന്നെ ആയിരുന്നു. അവിടെ തുടങ്ങിയതിന് 9:05 ഇപ്പൊ തുടങ്ങണ നേരമായിട്ടുള്ള അവിടെ തീരുമ്പോഴേക്കിന് 11 മണി ആയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ദിക്ർ ഹൽക്ക്, ബാക്കിയുള്ള ദുആ കഴിയുമ്പോൾ 12 അങ്ങനെ ആയിട്ടുണ്ടാവും. അതിന് പിന്നെ വേറെ ആളുണ്ടായിരുന്നു. ഇവിടെ നേരത്തെ തുടങ്ങാൻ നമുക്ക് വലിയ സന്തോഷമായി. നല്ലതന്നെ. എന്തിനാ ഇതെന്ന് പറയുന്നത്? ഇനിയിപ്പോ ഈ മഹല്ല് ജമാഅത്തിനെ കുറ്റപ്പെടുത്തിയിട്ട് ഏതെങ്കിലും ഒരാൾ സുബഹി ഖളാക്കി അത് പറയണ്ടെന്ന് എഴുതിയിട്ടാണ്. ഇവര് വേദ നീട്ടിയതുകൊണ്ട് എന്റെ സുബഹി പോയി എന്ന് പറയണ്ടെന്ന് എഴുതിയിട്ടാണ് സമയത്ത് തുടങ്ങി സമയത്ത് തന്നെ നിർത്തുന്നത്. പക്ഷെ എന്നാലും നമ്മൾ പഠിക്കുവോ? നിങ്ങൾ നോക്ക്. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഇൽമിന് ശുഗലാക്കാൻ പറ്റിയ ആൾക്കാർക്ക് അതിനിരുന്നൂടെ? പഠിച്ചൂടെ? കേട്ടൂടെ? കേട്ടാ തന്നെ എന്തൊരു നേട്ടാണ്. ഇൽമ് ഇങ്ങനെ ഉസ്താദ് ഓതിക്കൊടുക്കുന്ന ഒരു സബക്ക്, ഒരു ഹദീസിന്റെ ക്ലാസ്, ഒരു ഫിഖ്ഹിന്റെ ക്ലാസ്, ഒരു 3/4 മണിക്കൂർ, 1 മണിക്കൂർ, 1.25 മണിക്കൂർ ഒന്ന് ഇരുന്ന് അതിലൊന്ന് സംബന്ധിച്ചിട്ട് അങ്ങനെ ഒരു തർത്തീബ് ഉണ്ടാക്കിയാൽ അതൊരു കൊല്ലം കിട്ടിയാലും വലിയ ലാഭല്ലേ? 10 കൊല്ലം കിട്ടിയാലും അങ്ങനെ വലിയ ലാഭല്ലേ? അങ്ങനെ എത്ര ആളുകളുണ്ടെന്ന് അറിയോ? ചുരുക്കം ചില ആളുകൾ എണ്ണിയാൽ ഇങ്ങനെ ഒരു 100ന്റെ ഉള്ളിലൊക്കെ എണ്ണാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ജീവിതം ടൈം ടേബിൾ ആയി കൊണ്ടുപോകുന്നവര്. മിക്ക ആളുകൾക്കുമുള്ള തൊഴിൽ അതാണ്. ചിലര് സുബഹിക്ക് എണീറ്റ് സുബഹി നിസ്കരിച്ച് പിന്നെ കിടക്കും.
അല്ലെങ്കിൽ ചിലര് സുബഹി നിസ്കരിക്കാതെ തന്നെ അങ്ങോട്ട് തുടരും. സുബഹി നിസ്കാരം കഴിഞ്ഞാൽ മൂന്നാലൊരു ശുഗലിൽ ഏർപ്പെടണം. അതിലേറ്റവും ശ്രേഷ്ഠമായതാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു തിരഞ്ഞെടുക്കുന്നത്. എന്താണ് സഹോദരങ്ങളെ? അത് ഇൽമു പഠിപ്പിക്കുന്ന ശുഗലാണ്. ഉച്ച സമയം വരെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ദർസ് നടത്തുന്നു. 12 വിഷയങ്ങൾ മുതഅല്ലിമീങ്ങൾക്ക് ഓതിക്കൊടുക്കുകയാണ്. എല്ലാ വിഷയങ്ങളിലും അവിടുന്ന് ഏറ്റവും വലിയ സാമർത്ഥ്യമുള്ള വലിയ അനന്യമായ കഴിവുള്ള വലിയ പണ്ഡിതനല്ലേ. ഇൽമു കൊണ്ട് ശുഗലാകാൻ കഴിയുന്നവർ ആ മാർഗം സ്വീകരിക്കണം. ഇബാദത്ത് കൊണ്ട് ശുഗലാകാൻ കഴിയുന്നവർ ആ മാർഗം സ്വീകരിക്കണം. ഖുർആനോത്തും ദിക്റുകളുമായി കുറച്ചു നേരം ചെലവഴിക്കാൻ ഇപ്പോൾ ടൈം കിട്ടുന്നവർ അങ്ങനെ തുനിയണം. ജോലിക്ക് പോകേണ്ടതില്ല. തന്നെ രക്ഷിക്കാനും പരിരക്ഷിക്കാനും മക്കളുണ്ട്. അല്ലെങ്കിൽ ജോലി എടുക്കാതെ പല ഭാഗത്തുനിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് മുന്നോട്ട് പോകാനുണ്ട്. എന്നാ സഹോദരാ, ഒരു 2-2.5 മണിക്കൂർ ഖുർആനോത്തും സുബഹിക്ക് ശേഷം ചൊല്ലാനുള്ള ഔറാദുകളും ഒന്ന് പതിവാക്കി അങ്ങ് മുഴുകിക്കോ. അതല്ല, നീ ജോലിക്ക് പോകേണ്ടവനാണ്, കുടുംബം പോറ്റേണ്ടവനാണ്, അതും ഖൈർ തന്നെയാണ്. അതും സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ബിൽ മഈശതി, കച്ചവടക്കാരൻ പോയി കച്ചവടം തുടങ്ങട്ടെ. അതേ, മത്സ്യത്തൊഴിലാളികൾ പോയി മത്സ്യം വിൽക്കട്ടെ, മത്സ്യം പിടിക്കാനുള്ളവർ പിടിക്കട്ടെ, കർഷകന്മാര് കൃഷി നനക്കട്ടെ, വേണ്ട കാര്യങ്ങൾ ചെയ്യട്ടെ. എന്തെല്ലാം ഹലാലായ തൊഴിലുകളുണ്ടോ ആ തൊഴിലുമായി ബന്ധപ്പെടുന്ന ആളുകൾ അതിലേക്ക് നീങ്ങട്ടെ. എന്നാലും സമയം വെറുതെ കളയരുത്. ആ സുബഹി മുതൽ ഉച്ചവരെയുള്ള ആ സബക്കിനടക്ക്, ആ ക്ലാസിനടക്ക് കുറഞ്ഞ സമയം ഖൈലൂലത്തിന്റെ ഉറക്കത്തിന് വേണ്ടി ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു നീക്കി വെക്കുന്നുണ്ട്. ഖൈലൂലത്തിന്റെ ഉറക്കം എന്ന് പറയുന്നത് സുബഹി നിസ്കാരം കഴിഞ്ഞ് ഉടനെയുള്ള ഉറക്കം അല്ല. സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്ന സമയം വരെ ഉറങ്ങാവതല്ല. സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിച്ച് ഒരു 10-20 മിനിറ്റ് സമയം കഴിയുന്നത് വരെ ഉറങ്ങരുത്. ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണത്. ഉലമാഇന്റെ ജീവിതം മുഴുവനും എടുത്ത് പരിശോധിച്ചു നോക്കൂ. ആ സമയത്തിൽ ഖൽബിനെ ഹയാത്താക്കി ഇൽമു കൊണ്ട് ഇബാദത്ത് കൊണ്ട് ശുഗലായ ആലിമിനെ അല്ലാതെ ചരിത്രത്തിൽ എവിടെയും വായിക്കാനോ കാണാനോ കഴിയില്ല. കാരണം ആ സമയം ഏതാണെന്നറിയുമോ? അള്ളാഹുവിലേക്ക് മനസ്സ് തിരിക്കുന്ന ആളുകൾ ഇൽമു കൊണ്ടും ഇബാദത്ത് കൊണ്ടും ഏറ്റവും ശുഗലാകുന്ന സമയമാണ്, ജോലിയാകുന്ന സമയമാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ഏകദേശം മദീന പള്ളിയിൽ 1 മണിക്കൂർ, 1.25 മണിക്കൂർ, ചിലപ്പോൾ 3/4 മണിക്കൂർ ഇൽമു കൊണ്ട് ബന്ധപ്പെടുന്ന സമയമാണ്. സ്വഹാബിമാർ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന ജമാഅത്തല്ലേ സുബഹിന്റെ ജമാഅത്ത്. അതിൽ കച്ചവടക്കാരുണ്ട്, കർഷകന്മാരുണ്ട്, ആടിനെ മേയ്ക്കുന്നവരുണ്ട്, ഒട്ടകത്തെ മേയ്ക്കുന്നവരുണ്ട്, വിവിധ തരം ആളുകൾ വന്നു ചേരുന്നുണ്ട്. ആ സുബഹിന്റെ ജമാഅത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ ജമാഅത്തിൽ കൂടാൻ വേണ്ടി വരുമ്പോ ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസിലുള്ളത് പോലെ ജമാഅത്തിന് വരുന്ന സ്വഹാബിമാരെ കയ്യില് പലരുടെയും കയ്യിൽ പാത്രങ്ങൾ ഉണ്ടാകാറുണ്ട്, പാത്രത്തിൽ വെള്ളമുണ്ടാകാറുണ്ട്. എന്തിനാണ് ഇവര് പാത്രവും വെള്ളവും കൊണ്ടുവരുന്നത്? സുബഹിന്റെ ശേഷമുള്ള ദർസ് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് റൂമിലേക്ക് പോകുമ്പോ ആ വാതിലിന്റെ മുന്നിലാണ് ഈ പാത്രം വെക്കുന്നത്. ഓരോ പാത്രത്തിലേക്കും അവിടുത്തെ ഷറഫാക്കപ്പെട്ട വിരല്, ലോകത്തെ ഏറ്റവും വലിയ ഷറഫുള്ള വിരല്, ഏറ്റവും വലിയ മഹത്വമുള്ള ശരീരം അവിടുത്തെ ശരീരമല്ലേ. ആ വിരലതാ ഓരോ പാത്രത്തിലും തങ്ങളൊന്ന് നനച്ചു കൊടുക്കുന്നു. ആ വെള്ളം അവർ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. മക്കൾക്കും രോഗികൾക്കും മറ്റു ആളുകൾക്കും വിഷയങ്ങൾക്കും വേണ്ടി കുടിക്കാനും മറ്റുമൊക്കെ അത് ഉപയോഗിക്കുന്നു. സുബ്ഹി നിസ്കാരത്തിന് ജമാഅത്തിന് വരുന്ന സ്വഹാബിമാർക്ക് അങ്ങനെ ഒരു പതിവുണ്ട്. ഇരിക്കട്ടെ, ജമാഅത്തിന് വരുന്നവർ ആ ഇൽമിന്റെ സദസ്സിൽ പങ്കെടുക്കുന്നു. വരാൻ കഴിയാത്ത ആളുകളോ പകരക്കാരായ ആളുകളെ പറഞ്ഞേക്കാറുണ്ട്. ഒട്ടകത്തെയും ആടിനെയും മേയ്ക്കാൻ വേണ്ടി ദൂര സ്ഥലങ്ങളിൽ പോയി നിൽക്കുന്ന ആളുകൾ ഒന്നിടപെട്ട രീതിയിൽ ആളുകളെ പറഞ്ഞേക്കും. ഒരു ദിവസം ഒരാൾ ജമാഅത്തിന്
ജമാഅത്തിന് പോകും സുബഹിക്ക്, മറ്റേയാൾ ആ ജോലി സ്ഥലത്ത് വെച്ച് തന്നെ നിസ്കരിക്കും. എന്നിട്ട് ഇവിടെ നിന്ന് കിട്ടിയ ഇൽമൊക്കെ അവിടെ പറഞ്ഞു കൊടുക്കും. പിറ്റേ ദിവസം മറ്റേയാൾ വരും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഘട്ടത്തിലുള്ള ജീവിതം അങ്ങനെയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം വരും ഒരു ദിവസം സുബഹിക്ക്, പിറ്റത്തെ ദിവസം ഉമർ റളിയല്ലാഹു അൻഹു വരും, പിറ്റേ ദിവസം കൂട്ടുകാരൻ വരും. എന്നിട്ട് ഈ കിട്ടിയ ഇൽമൊക്കെ അവിടെ പോയി പകർന്നു കൊടുക്കും. സുബഹി നിസ്കാരം കഴിഞ്ഞ് കച്ചവടത്തിനും മറ്റുമൊക്കെ തിരിയുന്നതിന്റെ മുമ്പ് സ്വഹാബത്ത് ഏറ്റവും ആദ്യമായി പങ്കെടുത്തിരുന്നത് ഇൽമിന്റെ മജ്ലിസിലാണ്. കഴിയുമോ സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിലതാ വിശാലമായ പള്ളി, എല്ലാവരുടെ വീട്ടിലും അതാ വിശാലമായ വാഹനങ്ങൾ. എത്ര വലിയ നിഅമത്താണ് അല്ലാഹു തന്നത്, എത്ര വലിയ അനുഗ്രഹങ്ങളാണ് അല്ലാഹു തന്നത്. അറിയാത്ത വിഷയങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. മസ്അലകളോ അധികവും അറിയാത്തതാണ്. വിഷയങ്ങൾ നോക്കിയാൽ ആത്മീയമായ പുരോഗതി ലഭിക്കുന്ന മേഖലകൾ അധികവും അറിയാത്തതാണ്. വിശുദ്ധ ഖുർആനിന്റെ തഫ്സീറുകൾ അധികവും അറിയാത്തതാണ്. ചരിത്ര യാഥാർത്ഥ്യങ്ങൾ അധികവും പഠിക്കാത്തതാണ്. എന്തെല്ലാം വിഷയങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്. അറിഞ്ഞതിനേക്കാളും ഏറെ പറയുന്നതിനേക്കാളും ഏറെ പറയാത്തതുണ്ട്. അതൊക്കെ പഠിക്കാനുള്ളൊരവസരമല്ലേ? എന്തൊരു സന്തോഷമാണ്. നിങ്ങൾ നോക്ക്, നമ്മുടെ നാടുകളിൽ ഇങ്ങനെ നിലനിന്നിരുന്നൊരവസ്ഥയുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, അതേ രൂപത്തിൽ അത് പകർത്തിക്കൊണ്ടുവന്നിരുന്ന മഹാന് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് പൊന്നാനി പള്ളിയിൽ ആദ്യ ദർസ് നടത്തുമ്പോ മുതല്ലിമുകൾ മാത്രമല്ല ദർസിലുണ്ടായിരുന്നത്, പിന്നെയോ ജമാഅത്തിന് സംബന്ധിച്ചിരുന്ന മുഴുവൻ ആളുകളും ഒന്നാമത്തെ ദർസിലും പലരും രണ്ടാമത്തെ ദർസിലും പങ്കെടുത്ത ശേഷമാണ് തിരിച്ചു പോകാറുള്ളത്. അതിലാരെല്ലാം ഉണ്ട്? കടൽ തൊഴിലാളികളുണ്ട്, കച്ചവടക്കാരുണ്ട്, കർഷകന്മാരുണ്ട്, പലരും ഉണ്ട്. ജീവിതത്തിന്റെ ഒരു തർത്തീബാണത്. ഇനി അങ്ങനെ പള്ളിയിലേക്ക് വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈൻ വഴി അതാ ക്ലാസ് കേൾക്കാൻ സൗകര്യങ്ങൾ, സംവിധാനങ്ങളുണ്ട്. എത്ര വലിയ അനുഗ്രഹങ്ങളാണ് അല്ലാഹു തന്നത്. ആ സമയത്ത് ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കുന്ന ഒരു പണ്ഡിതന്റെ ക്ലാസ്സിൽ സംബന്ധിച്ച് ഒരമുക്കാ മണിക്കൂർ തൊഴിലിന് പോകുന്നതിന്റെ മുമ്പ് നമ്മൾ ഇൽമുമായി ബന്ധപ്പെട്ടാൽ നമ്മുടെ ജീവിതത്തിൽ തഖ്വ വർദ്ധിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ നന്മകൾ വർദ്ധിച്ചു കിട്ടാൻ വലിയൊരു മാർഗമാണത്. സഹോദരങ്ങളെ, അതിലേക്കൊന്നും ശ്രദ്ധ തിരിക്കാത്ത ആളാണോ? ഇബാദത്ത് കൊണ്ട് ശുഗലാകുന്നതിലാണോ താല്പര്യം? വലിയൊരു ഇബാദത്താണ് ഈ ഇൽമു പഠിക്കുന്നത്. അതല്ല, നീ ഔറാദുകളുമായി ബന്ധപ്പെട്ട് ജീവിക്കുകയാണോ? സുബ്ഹി നിസ്കാര ശേഷം കഴിവിന്റെ പരമാവധി ഖുർആൻ ഓദിക്കോ. ഓദിക്കഴിഞ്ഞിട്ട് കുറെ ദിക്ർ ചൊല്ലിക്കോ. സുബ്ഹാനല്ലാഹിൽ അസീം ബിഹംദിഹി 100 പ്രാവശ്യം, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അക്ബർ 100 പ്രാവശ്യം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം 100 പ്രാവശ്യം. ഇങ്ങനെ ഹദീസിൽ സുബ്ഹിക്ക് ശേഷം ചൊല്ലാൻ വേണ്ടി നിർദ്ദേശമുള്ള ധാരാളം ദിക്റുകൾ കാണാം. ആ ദിക്റുകളൊക്കെ ചൊല്ലിയിട്ട് അങ്ങനെ പതിവായി ഇരിക്കുന്ന സ്വഭാവവും ഉണ്ട്. കണ്ടിട്ടില്ലേ നിങ്ങൾ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജുവൈരിയ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് മദീന പള്ളിയിൽ സുബ്ഹിന്റെ ജമാഅത്തിന് സംബന്ധിക്കാൻ വേണ്ടി വന്നു. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ വീട്ടിലേക്ക് തന്നെയാ പോകുന്നത്. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട മഹദിയല്ലേ ജുവൈരിയ ബീവി റളിയല്ലാഹു അൻഹ. ജുവൈരിയ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് തങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോ ജുവൈരിയ ബീവി റളിയല്ലാഹു അൻഹ നിസ്കരിക്കാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. ഏത് നിസ്കാരം? സുബ്ഹി നിസ്കാരം. അതിന്റെ മുമ്പുള്ള തഹജ്ജുദ് നിസ്കാരം നിർവഹിച്ചിട്ടുണ്ട്. സുബ്ഹി നിസ്കരിക്കാനുള്ള ഒരുക്കത്തിലാണ്. നിസ്കാരം കഴിഞ്ഞ് മദീന പള്ളിയിലെ ദർസും കഴിഞ്ഞ് തങ്ങൾ വീട്ടിലെത്തുമ്പോ ജുവൈരിയ ബീവി റളിയല്ലാഹു അൻഹ നിസ്കാരം കഴിഞ്ഞ് ഇരിക്കുന്ന അതേ സ്ഥലത്ത് തന്നെ സുബ്ഹാനല്ലാഹ് മാറ്റമില്ലാതെ ഇരിക്കുന്നു. അവിടുന്ന് ചോദിച്ചു, അല്ല ബീവി, ഞാൻ നിങ്ങളെ വേർപിരിയുന്ന സമയത്ത് ഏതൊരു നിലക്കാണോ നിങ്ങളുള്ളത് അതേ രൂപത്തിലാണല്ലോ ഇപ്പോഴും ഉള്ളത്, മാറ്റമില്ലല്ലോ. ഞാൻ പോകുമ്പോ നിങ്ങൾ
നിങ്ങള് നിസ്കാരക്കുപ്പായം ധരിച്ച് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. നിസ്കാരം കഴിഞ്ഞിട്ട് ഇത്രയും നേരം നിങ്ങൾ എന്തെടുക്കുകയായിരുന്നു? ജുവൈരിയ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, നിസ്കാരം കഴിഞ്ഞ് ഒരുപാട് ദിക്ർ ചൊല്ലിയിട്ട് അങ്ങനെ പതിവായി ഇരുന്നതാണ്. ഉമ്മമാരെ, നിസ്കാരപ്പായയിൽ തന്നെ ഇരിക്കണമെന്നില്ല ദിക്ർ ചൊല്ലാൻ. അതേ സമയത്ത് അടുക്കളയിൽ പണിയെടുക്കാൻ സൗകര്യത്തിന് ആളുകൾ ഉണ്ടെങ്കിൽ കുറച്ചു നേരം ദിക്റിലായി ശുഗലായി ഇരിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഉമ്മമാർക്കും വല്യമ്മമാർക്കും അത് നല്ലൊരു പണിയാണ്, നല്ലൊരു ശുഗലാണ്. അടുക്കളയിൽ പാചകം ചെയ്യാനും മറ്റുമൊക്കെ സൗകര്യത്തിന് മക്കളും മരുമക്കളും പേരക്കുട്ടികളും ഉണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് ഇബാദത്ത് കൊണ്ട് ശുഗലായി കുറച്ചു നേരം അവിടെ ചെലവഴിക്കുന്നതിന് വിരോധമൊന്നുമില്ല, നല്ലതാണ്. അതേ ദിക്റിനും ഖുർആനോത്തിനും മറ്റുമായി നല്ല സമയങ്ങൾ തള്ളി നീക്കുന്നതിന് ഏകദേശം ഒരു സൂര്യൻ ഉദിക്കുന്ന സമയം വരെയെങ്കിലും അത് കുറഞ്ഞ ടൈമേ ഉണ്ടാവുകയുള്ളൂ. ആകെ സുബഹിക്ക് വാങ്ങുകൊടുത്ത് സൂര്യൻ ഉദിക്കുന്നതിനിടക്ക് 1 മണിക്കൂറും 10 മിനിറ്റോ 11 മിനിറ്റോ 8 മിനിറ്റോ ഒക്കെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ. അപ്പോഴേക്ക് നേരം വെളുക്കുന്നു, സൂര്യൻ ഉദിക്കുന്നു, കുറഞ്ഞ സമയമല്ലേ ബാക്കിയുള്ളൂ. സുബഹി നിസ്കാരം കഴിഞ്ഞ് ദീർഘിച്ച നേരം പായയിലിരുന്ന് ദിക്ർ ചൊല്ലി എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലഖദ് ഖുൽതു ബഅദകി 4 കലിമാത്തിൻ. ജുവൈരിയ, നിങ്ങളിൽ നിന്ന് പള്ളിയിലേക്ക് പോയ ശേഷം 4 വാചകങ്ങൾ, 4 കലിമത്തുകൾ ഞാൻ ചൊല്ലി. ഞാൻ ചൊല്ലിയത് ഇത്രയും നേരം നിങ്ങൾ ചൊല്ലിയതിനോടൊന്ന് കൂട്ടി നോക്കുകയാണെങ്കിൽ നിങ്ങൾ ചൊല്ലിയതിനേക്കാളും കൂടുതൽ ഞാൻ ചൊല്ലിയ ഒറ്റ തസ്ബീഹ് തന്നെ മുൻതൂക്കം കൂടുമായിരുന്നു. ഏതാ നബിയെ തസ്ബീഹ്? ഒന്ന് പറഞ്ഞു തരാമോ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. അതിനെ ഉൾപ്പെടാത്തൊരു തസ്ബീഹും ഇല്ല, ഉൾപ്പെടാത്തൊരു എണ്ണവും ഇല്ല. എല്ലാ എണ്ണവും അതിൽപ്പെട്ടിട്ടുണ്ട്. ആ തസ്ബീഹും മഹദി ഏറ്റു ചൊല്ലാൻ തുടങ്ങി. ഇതുവരെ ചൊല്ലിയ ദിക്റിന്റെ കൂടെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതി. ആ ദിക്റും ചൊല്ലി. അപ്പൊ ഇബാദത്ത് കൊണ്ട് ശുഗലാക. മഈശത്തിന് പോകുന്ന ആളുകൾ ജോലിയുമായി ബന്ധപ്പെട്ട് അതിന് പോവുക. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഉച്ചവരെ ദർസ് നടത്തിയിട്ട് മഹാനവറുകൾ വീട്ടിലേക്ക് വന്ന് ദുഹർ നിസ്കാരം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്ന് പിന്നെ കൃഷിയിടത്തിലേക്ക് പോകും. കൃഷിയുണ്ട്, ആ പണിയുണ്ട്, കുടുംബം പോറ്റാണ്. കൃഷിയിടത്തിലേക്ക് ഇറങ്ങും. നല്ല കർഷകനായിരുന്നു ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ഏകദേശം അസ്ർ വാങ്ങ് കൊടുക്കുന്നതിന്റെ കുറച്ച് സമയം മുമ്പ് വരെ കൃഷിപ്പണിയിൽ മുഴുകും. അതും ആവശ്യമാണ്. അതില്ലാതെ പിന്നെ ഈ മക്കളെയും കുടുംബത്തെയൊക്കെ നല്ല ഹലാലാ രൂപത്തിൽ പോറ്റണ്ട്. അപ്പൊ എല്ലാം അവരുടെ ജീവിതത്തിൽ സമയം വെറുതെ കളയരുത്. ഖൈലൂലത്തിന്റെ ഉറക്കം ഉറങ്ങുന്നത് സുന്നത്താണ്. സഹോദരങ്ങളെ, ശൈത്താന് ഏറ്റവും ദേഷ്യമുള്ള ഉറക്കമാണ് ഖൈലൂലത്തിന്റെ ഉറക്കം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവാക്കിയ ഒരു സുന്നത്താണത്. നമ്മളെ ആൾക്കാർക്ക് ഒരു ഗുണമുണ്ട്. ഗുണാണോ അല്ലേന്നറിയില്ല, ഗുണം എന്ന് പറയാം, ഗുണായി കൂട്ടാൻ പറ്റൂല. ചിലപ്പോ ഒരൊറ്റ ദിവസവും ഖൈലൂലത്തിന്റെ ഉറക്കം ഉറങ്ങൂല. പക്ഷെ ഒരു ദിവസം ചില ആളുകളൊക്കെ നന്നായി ഉറങ്ങും. അത് വെള്ളിയാഴ്ച. സ്വഹാബിമാര് ദുഹറിന്റെ മുമ്പാണ് എല്ലാ ദിവസവും ഖൈലൂലത്തിന്റെ ഉറക്കം ഉറങ്ങാറുള്ളത്, വെള്ളിയാഴ്ച ഒഴികെ. നമ്മൾ നേരെ തിരിച്ച ഒരൊറ്റ ദിവസം ഉറങ്ങൂല ചില ആളുകള്. വെള്ളിയാഴ്ച സ്പെഷ്യൽ ആയിട്ട് കാര്യമായിട്ട് ഒരു ഉറക്കം. ജുമയ്ക്കൊക്കെ പോകാനുള്ളതല്ലേ, അപ്പൊ നല്ല ഉന്മേഷം കിട്ടുന്നല്ലോ. കുറച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചു പോകാം, ഒരു 2-3 മണിക്കൂർ ഒന്ന് ഉറങ്ങട്ടെ എന്ന്. വെള്ളിയാഴ്ച ആയിക്കഴിഞ്ഞാൽ സ്വഹാബത്ത് സാധാരണ പതിവായി ഉറങ്ങുന്ന ഖൈലൂലത്തിന്റെ ഉറക്കവും വെള്ളിയാഴ്ച ഉറങ്ങൂല. ജുമയ്ക്ക് ശേഷം വന്നിട്ടാണ് ഉറങ്ങാറുള്ളത്. ചില ആളുകൾ ജുമേന്റെ മുമ്പ് ഉറങ്ങും, ജുമയിലും ഉറങ്ങും, ശേഷം ഉറങ്ങും. ആകെ ഉറക്കം തന്നെ കിട്ടിയിട്ടുള്ളൂ. ജീവിതത്തിൽ എന്താ കിട്ടിയെന്ന് വെച്ചാൽ 24 മണിക്കൂറിൽ 20 മണിക്കൂർ ഉറക്കം കിട്ടിയെന്ന് പറയാം. പിന്നെ 4 മണിക്കൂർ ഇങ്ങനെ കണ്ണു തുറന്ന് നടന്നു, കുറച്ച് ഭക്ഷണവും കഴിച്ചു, കുറച്ച് നിസ്കാരങ്ങളൊക്കെ ഇങ്ങനെ ഫർളൊക്കെ ഇങ്ങനെ ഒപ്പിച്ചു, ആൾക്കാരോടൊക്കെ കുറച്ച് സംസാരിച്ചു, സമ്പർക്കം പുലർത്തി 4 മണിക്കൂർ. ബാക്കി 20 ഉറക്കം തന്നെ. കണക്കൂട്ടി നോക്കുമ്പോ കാര്യമായിട്ട് ജീവിതത്തിൽ കിട്ടിയ ലാഭതയുള്ളൂ.
അങ്ങനെ ആകാൻ പാടില്ല. ജീവിതം മാറണം. ഖൈലൂലത്തിന്റെ ഉറക്കം പ്രത്യേകിച്ച് എന്റെ മക്കളെ നിങ്ങൾ ഉറക്കണമെന്ന് ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തന്റെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയ സഹൽ റളിയല്ലാഹു അൻഹുവിനോട് കത്തെഴുതിയിട്ട് അറിയിച്ചു. സഹൽ തങ്ങളോട്, നിങ്ങൾ എന്റെ കുട്ടികളെ നന്നായി തർബിയത്ത് ചെയ്യണം. എന്റെ കുട്ടികളെ കൽബിലേക്ക് ഏറ്റവും വെറുപ്പാക്കേണ്ടത് വിനോദമാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ കത്തെഴുതുകയാണ് ഗുരുനാഥനോട്, എന്റെ ഖലീഫന്റെ മക്കളായി നിന്ന് നിനക്ക് ശിക്ഷണം കുറക്കരുത്. പേടിപ്പിച്ചു പറയേണ്ടടുത്ത് പേടിപ്പിച്ചു പറയണം. അവർക്ക് എന്തെങ്കിലും സൂഉല്ലദബ് കണ്ടാൽ അടിക്കേണ്ടടുത്ത് അടിക്കണം. മാർഗങ്ങൾ നന്നായി ഉപദേശിച്ചു കൊടുക്കണം. എന്നും എന്റെ മക്കളെ ഖൈലൂലത്തിന്റെ ഉറക്കം ഉറക്കി പതിവാക്കണം. എങ്കിലേ അത്തായത്തിന്റെ സമയത്ത് അവർക്ക് എഴുന്നേൽക്കാൻ എളുപ്പം ലഭിക്കൂ. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഇൽമുമായി ബന്ധപ്പെട്ട് കുറച്ച് സമയം ചെലവഴിക്കുന്ന ആള്, ജീവിതബോധ്യവുമായി ബന്ധപ്പെട്ട് സമയം ചെലവഴിക്കുന്ന ആള്, ഔറാദുകളുമായി ബന്ധപ്പെട്ട് സമയം ചെലവഴിക്കുന്ന ആള്, ഔറാദുകളൊക്കെ കഴിഞ്ഞ് ദുഹാ നിസ്കാരവും നിർവഹിച്ച ശേഷം ഉച്ചക്ക് നട്ടുച്ച സമയമാകുന്നതിന്റെ മുമ്പ്, മധ്യരേഖയിൽ സൂര്യൻ എത്തുന്നതിന്റെ മുമ്പ്, 12 മണിയാകുന്നതിന്റെ മുമ്പ് നീ ഒരു ഖൈലൂലത്തിന്റെ ഉറക്കം ഉറങ്ങണം. എന്തിന്? നട്ടപ്പാതിര നേരത്ത്, അത്തായത്തിന്റെ നേരത്ത് എഴുന്നേൽക്കാൻ എളുപ്പം കിട്ടാൻ വേണ്ടി. അതിനൊരു സഹായകമാണ് ഈ ഉറക്കം. എന്നിട്ട് സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റുന്നതിന്റെ മുമ്പ് നീ നല്ല ആവേശവാനായി ഉണരണം. ഉണർന്നു കഴിഞ്ഞാലോ പിന്നെ ളുഹർ നിസ്കരിക്കണം. ജോലിക്ക് പോകുന്ന ആള് ഇടക്കൊരു ളുഹർ നിസ്കാരം മറക്കരുത്. ളുഹർ നിസ്കരിക്കാനും അതിന്റെ മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കാനും മറക്കരുത്. ജീവിതത്തിലെ തർത്തീബാണ് സഹോദരങ്ങളെ പറയുന്നത്. കുളിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ രാവിലെ കുളിക്കുന്നതാണ് നല്ലത്. രാവിലെ കുളിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം കുളിക്കുന്നതാണ് നല്ലത്. രാവിലെ കുളിയല്ലേ മഹാന്മാരായ പലരും നമ്മോട് നിർദ്ദേശിച്ചത്. രാവിലെ കുളിച്ച് ആവേശത്തോടെ ഉന്മേഷത്തോടെ ഏതെങ്കിലും കാര്യത്തിന് പുറപ്പെടുക, തിരിയുക, നമ്മുടെ ശരീരം കൊണ്ടെത്തിക്കുക. ദുഹാ നിസ്കാരം എന്ന് പറയുന്ന ഒരു നിസ്കാരമുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ജീവിതത്തിൽ 8 റക്അത്ത് നിസ്കരിച്ചു എന്നല്ലേ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലുള്ളത്. ഉമ്മുഹാനി ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടില് മക്കം ഫത്ഹിന്റെ അന്ന് വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 8 റക്അത്ത് നിസ്കരിച്ചു. ദുഹാ നിസ്കാരമായിരുന്നു എന്നും ആ നിസ്കാരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജീവിതത്തിൽ ഒരുപാട് പുരോഗതികൾ വർദ്ധിക്കാൻ, ഒരുപാട് നന്മകൾ ഉണ്ടാകാൻ മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചൊരു നിസ്കാരമാണ് ദുഹാ നിസ്കാരം. 2 റക്അത്തെങ്കിലും നിസ്കരിച്ചാൽ അത് ഭാഗ്യമാണ്. അതേ 8 റക്അത്ത് നിസ്കരിക്കുന്നവരുണ്ട്. മറ്റൊരു റിപ്പോർട്ട് പ്രകാരം 12 റക്അത്ത് പറഞ്ഞിട്ടുണ്ട്. 12 റക്അത്ത് നിസ്കരിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ഭാഗ്യവും സന്തോഷങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒരു 2 റക്അത്ത് നിസ്കാരെങ്കിലും ദുഹാ നിസ്കാരം നിർവഹിക്കുക. ദുഹാന്റെ സമയമാകുമ്പോ ഒരു 2 റക്അത്ത് ദുഹാ നിസ്കാരം നിർവഹിച്ച് ജോലിയിൽ തുടരുന്ന ആള് പിന്നെയും ജോലിയിൽ തുടരണം. ജോലി ചെയ്യുന്ന ആള് ഇടക്കുള്ള നിസ്കാരങ്ങളൊക്കെ ക്രമമനുസരിച്ച് നിർവഹിക്കുമ്പോഴാണ് അവന്റെ ജീവിതത്തിലുള്ള തർത്തീബുണ്ടാകുന്നത്. ജോലിക്ക് പോകുന്നവൻ ജോലിക്ക് പോയിട്ട് അസ്റിന്റെ സമയത്ത് വന്നിട്ട് ളുഹർ ഖളാ വീട്ടുന്നത് അന്നത്തെ ജോലി മുഴുവനും നഷ്ടമായി പോയി എന്നാണ് അതിന്റെ അടയാളം. ഭാഗ്യക്കേടായി പോയി എന്നാണ് അതിന്റെ അടയാളം. ഏത് ജോലിക്ക് പോകുന്നവരും ഏത് കച്ചവടത്തിന് പോകുന്നവരും ഇടക്കുള്ള നിസ്കാരവും സുന്നത്ത് നിസ്കാരവും ഒഴിവാക്കാതെ തർത്തീബായി കൊണ്ട് നടക്കണം. ജമാഅത്തിന് പറ്റുമോ ജമാഅത്ത് കാത്തു സൂക്ഷിക്കണം. അങ്ങനെയല്ലേ സ്വഹാബത്ത് പഠിപ്പിച്ച തർത്തീബ്. അതുകൊണ്ടല്ലേ അവരെ പുകഴ്ത്തിയിട്ട് ഖുർആനിൽ അങ്ങനെ ആയത്തിറങ്ങിയത്. റിജാലുല്ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വഇഖാമിസ് സ്വലാത്തി വഈതാഇസ് സകാത്ത് യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. മദീന മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്ന ആളുകളെ പറ്റിയാണ്
തന്നെയാണ് ഈ ആയത്തിറങ്ങിയത്. എന്താണ് ആ ആയത്തിലുള്ളത്? റിജാലുൻ, ആൺകുട്ടികള്, നല്ല പൗരുഷത്വമുള്ളവര്, നല്ല പുരുഷന്മാര്. ആരാണവര്? ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ, ഏത് ബിസിനസും ഏത് ഏർപ്പാടും അവരെ ശ്രദ്ധ മാറ്റി കളയുകയില്ല. അൻദിക്രില്ലാ വഇഖാമിസ്സലാ, ബാങ്ക് കൊടുക്കുന്നുണ്ടോ ബാങ്ക് അവര് നന്നായി ശ്രദ്ധിക്കും. ബാങ്കിന് ശേഷം നടക്കുന്ന ജമാഅത്തില്ലേ, ആ ജമാഅത്തും അവർ കൈയൊഴിക്കൂല. ആയത്തിന്റെ തഫ്സീറിൽ കാണാം, മദീന പള്ളിയിൽ നിന്ന് വാങ്കുലി മുഴങ്ങിയാൽ കടക്കാര്, ഒരു കടയിലുള്ള ആള് മറ്റേ കടക്കാരനോട് പറയും സ്വലാ 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 അസ്വലാ, ഒന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കും. മക്കത്തും മദീനത്തൊക്കെ അങ്ങനെ ബാക്കി വന്നത് സ്വഹാബത്തിൽ നിന്ന് പറഞ്ഞ വാക്കാണ് അങ്ങനെ ബാക്കി വന്നത്. പക്ഷെ അത് മുടക്കിയത് നമ്മൾ ആൾക്കാരാണ്. നമ്മൾ ആൾക്കാർക്ക് ഏതെങ്കിലും ഒരു മുത്തവ്വ സ്വലാ സ്വലാന്നും പറഞ്ഞ് വരുന്നത് കണ്ടാ പറയും ഭയം വരുന്നുണ്ട്. ആകെ 2 ദിർഹമിന്റെ കച്ചവടം കിട്ടുന്ന, 2 റിയാലിന്റെ കച്ചവടം കിട്ടുന്ന ഒരു നേരാണ് ഇപ്പം വന്ന് സ്വലാ സ്വലാ എന്ന് പറയും. ഇപ്പൊ നമ്മുടെ ആൾക്കാർക്ക് സുഖമായി. ഇപ്പൊ സ്വലാ സ്വലാല്ലോ, പൂട്ടണില്ലോ, തുറക്കലില്ലോ, ഒന്നുമില്ല. നിസ്കരിക്കണേ നിസ്കരിക്കാം, നിസ്കരിക്കുന്നില്ലേ നിസ്കരിക്കാം. മുമ്പ് അങ്ങനെയല്ല. മുമ്പ് സ്വലാ സ്വലാ എന്ന് പറഞ്ഞ് നിസ്കരിക്കാൻ പോകണം. ഈ സ്വലാ സ്വലാ എന്ന് പറയുമ്പോഴേക്ക് ഈ കടയുടെ കഫീല് വരും വാഹനമായിട്ട്. ഈ കടക്കാരനെ കയറ്റിക്കൊണ്ടുപോകും. ചില ആളുകളൊക്കെ പറയും ഞങ്ങളെ പള്ളിന്റെ അടുത്ത് കൊണ്ടുപോയി നിർത്താറുണ്ട്. പള്ളിയിലേക്ക് കയറാൻ പറ്റൂലല്ലോ, കാരണം ഞങ്ങൾ മുസ്ലിം അല്ലാണ്ട് ഞങ്ങൾ പുറത്ത് നിന്ന് പതുക്കെ അങ്ങോട്ട് അറബിന്റെ കൂടെ പിന്നോട്ട് പോരലാണ്. അത്രയും ആ തർത്തീബോട് കൂടെ തന്നെ അവർ ആ കാര്യങ്ങൾ നിർവഹിച്ചിരുന്നു. സ്വഹാബത്തിന്റെ ശീലമായിരുന്നു അത്. മാങ്ക് കേട്ടാൽ ഒരു സ്വഹാബി മറ്റേ സ്വഹാബിയോട് പറയും സ്വലാ സ്വലാ, നിസ്കാരം നിസ്കാരം. അപ്പോഴേക്കും കടടച്ച് കച്ചവടക്കാരൊക്കെ ജമാഅത്തിനെത്തിപ്പോയി. മദീന പള്ളിയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുള്ള ജമാഅത്തിന് ഒരൊറ്റ ബിസിനസ്സുകാർക്കും ജമാഅത്ത് മുടങ്ങിയിട്ടില്ല. നോക്ക് നിങ്ങൾ, അവരെ പറ്റിയാണ് അല്ലാഹു തആല ആൺകുട്ടികൾ എന്ന് പറഞ്ഞത്. അവരെ പറ്റിയാണ് 1-ാം നമ്പർ പുരുഷന്മാർ എന്ന് പറഞ്ഞത്. ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വഇഖാമിസ്സലാ വഇതാഇസ് സക്കാ. ഇപ്പൊ നമ്മളെ വീട്ടിൽ വന്ന പണിക്കാരോട് പേര് ചോദിച്ചു നോക്കിയാൽ ചിലപ്പോ 1 മീറ്റർ കണക്കിന് പേര് എഴുതാനുണ്ടാകും. നിസ്കരിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ നിസ്കാരം ഇപ്പോഴല്ല വൈകുന്നേരമാന്ന് പറയും. എന്താ അതിന്റെ പേര്? ഞാനൊരു പേരും പറയുന്നില്ല. ഏതെങ്കിലും പേരുള്ള ആളെ ബുദ്ധിമുട്ടാണ്ടെന്ന് എഴുതിയിട്ടാണ്. ഒരു പേരും പറയുന്നില്ല. നീണ്ട എഴുതാണ്ടാവും പേര്. ഈ പോസ്റ്ററിൽ എഴുതിയ വേറെ പേരൊന്നും ആവൂല, ഒരു വരി ഒന്നായിട്ട് എഴുതാണ്ടാവും. അതിന്റെ പുറത്ത് ഞാൻ അതിന്റെ കൂടെ എഴുതാനോ റളിയല്ലാഹു ഖദ്ദസല്ലാഹു ബാക്കി ഉണ്ടാവുള്ളൂ. അത്രയും സുദീർഘമായ നല്ല അർത്ഥവത്തായ പേര്. അവിടെ സൗകര്യമുണ്ട്, റൂമൊക്കെ ഉണ്ടെങ്കിൽ നിസ്കരിക്കുന്നില്ലേ? വീട് പണിക്ക് വന്നവരാണ്, സാക്ഷാൽ മുസ്ലിങ്ങളാണ്. പക്ഷെ നിസ്കരിക്കണ്ടേ? ഭക്ഷണം അവർ കഴിക്കുന്നുണ്ട്, വിശ്രമം അവരെടുക്കുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിച്ചു. നമ്മുടെ ജീവിതം താളം തെറ്റുകയല്ലേ? ഏത് ഏർപ്പാടിന് പോകുന്ന ആളുകളും ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വഇഖാമിസ്സലാത്തി വഇതാഇസ് സക്കാ. ജമാഅത്ത് നിസ്കാരം അവരുടെ ശ്രദ്ധയിൽ നിന്ന് മാറൂലായിരുന്നു. എത്ര കച്ചവടം ചെയ്യുന്ന ആളാണെങ്കിലും ബിസിനസ് നടത്തുന്ന ആളാണെങ്കിലും അതിനെത്തിയിരുന്നു. എന്തേ കാരണം? യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. കണ്ണും കൽബും മാറി മറിയുന്നൊരു ദിനം വരാനുണ്ട്. മനസ്സാകെ പകച്ചു പോകുന്നൊരു ദിവസം വരാനുണ്ട്. കണ്ണ് മേൽപോട്ട് ഭയാനകത കൊണ്ട് തുറിച്ചു നോക്കുന്നൊരു നേരം വരാനുണ്ട്. ആ ദിവസം അവര് വല്ലാതെ പേടിക്കുന്നു. ആ പേടി അവരെ മനസ്സിൽ നിലനിൽക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ അവരെ തർത്തീബ് മാറ്റുന്നില്ല. കൃഷിയിടത്തിലേക്ക് പോകുന്ന ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അസ്റിന്റെ ജമാഅത്തിന് പള്ളിയിലെത്തിപ്പോയി. സുബ്ഹാനല്ലാഹ്, അസ്റിന്റെ ജമാഅത്ത് കഴിഞ്ഞാലോ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അങ്ങാടിയിലേക്ക് പോകുന്നു. വീട്ടിലേക്ക് സാധനങ്ങൾ സാമഗ്രികൾ വാങ്ങാൻ വേണ്ടി അങ്ങാടിയിലേക്ക് പോയിട്ട് സാധന സാമഗ്രികൾ വാങ്ങിയിട്ട് വീട്ടിലെത്തിച്ച് കുടുംബങ്ങളുമായി സൗഹൃദങ്ങൾ പങ്കിട്ട് ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്ത്
വീണ്ടും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മഗ്രിബിന്റെ ജമാഅത്തിന് പള്ളിയിലേക്ക് വീണ്ടും വന്നുപോയി. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ തർത്തീബ് നമ്മൾ പാലിക്കുമ്പോ ജമാഅത്ത് നിസ്കാരം അതിൽ വലിയ ശ്രദ്ധ നേടേണ്ട ഒന്നാണ്. ഫർള് നിസ്കാരവും സുന്നത്ത് നിസ്കാരവും വിടാതെ കൊണ്ട് നടക്കേണ്ട പാലിക്കേണ്ട ഒന്നാണ്. കണ്ടില്ലേ നിങ്ങൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ ളുഹർ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോ വീട്ടിന്റെ മുറ്റത്തതാ രണ്ട് ടീം, രണ്ട് ഗോത്രക്കാര്, രണ്ട് വിഭാഗം വന്ന് കാത്തു നിൽക്കുന്നു. എന്തിനാന്ന് ചോദിക്കുമ്പോ ഒരു മസ്ലഹത്തിന്റെ ചർച്ചയ്ക്ക് വേണ്ടിയാണ്. ഒരു പ്രശ്നം അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്, അതൊന്ന് പറഞ്ഞു തീർക്കണം. സുന്നത്ത് നിസ്കാരം തങ്ങൾക്ക് ബാക്കിയുണ്ട്. ളുഹർ നിസ്കാരത്തിന്റെ ശേഷമുള്ള സുന്നത്ത് പെട്ടെന്ന് ഇവരെ ചർച്ച പരിഹരിച്ചു വരാമെന്ന് കരുതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അവരെ കൂടെ പോയി. ചർച്ച പരിഹരിച്ച് തങ്ങൾ തിരിച്ചു വരുമ്പോഴേക്ക് അസ്റിന്റെ വാങ്ക് കൊടുത്തുപോയി. സുബ്ഹാനല്ലാഹ്. അസ്റിന്റെ ജമാഅത്ത് നിർവഹിച്ച ശേഷം ആ ളുഹറിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ നിർവഹിക്കാൻ വിട്ടുപോയ സുന്നത്ത് നിസ്കാരമില്ലേ, അത് അസ്ർ നിസ്കാരത്തിന്റെ ശേഷം തങ്ങൾ 2 റക്അത്ത് നിസ്കാരം നിർവഹിച്ചു. 2 റക്അത്ത് നിസ്കാരം നിർവഹിച്ചു എന്നുള്ളത് പിന്നീട് സ്വഹാബിമാർക്കൊക്കെ മനസ്സിലായത്. അവര് ഒരു ദിവസം അസ്ർ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ ഒരു സ്വഹാബിയുണ്ട് പള്ളിയുടെ ഉള്ളിൽ അസ്റിന്റെ ശേഷം 2 റക്അത്ത് നിസ്കാരം നിസ്കരിക്കും. അപ്പൊ സ്വഹാബിമാരെല്ലാവരും ചോദിച്ചു, അതെന്താ ആ നിസ്കാരം? എന്താ അസ്റിന്റെ ശേഷമുള്ള നിസ്കാരം? അസ്റിന്റെ സുന്നത്ത് നിസ്കാരം ഇല്ലല്ലോ, പിന്നെന്താ ഒരു നിസ്കാരം? അപ്പൊ ആ സ്വഹാബി പറഞ്ഞു, അസ്റിന്റെ ശേഷം ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 റക്അത്ത് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അങ്ങനെയാണ് ഞാനിത് നിസ്കരിക്കുന്നത്. അത് കേട്ടപ്പോ ഈ സ്വഹാബിമാരെ മുഖത്ത് മുഴുവനും പേടി. പടച്ചോനെ, നമുക്ക് ആ സുന്നത്ത് നഷ്ടായി പോയോ, ഇത്രയും കാലം നമ്മൾ അറിയാതെ ആയി പോയോ. അവര് നേരെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, അസ്റിന്റെ ശേഷം ഇങ്ങനെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നബി തങ്ങൾ നിർവഹിച്ചിട്ടുണ്ടോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നിർവഹിച്ചതായി ഞാനും അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് എന്റെ വീട്ടിൽ വെച്ചല്ല, ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ചാണ്. അപ്പൊ ഒന്നുകൂടി മനസ്സിൽ പേടി കൂടി പോയി. കാരണം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും അസ്റിന്റെ ശേഷം 2 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട് എന്നല്ലേ പറഞ്ഞു, ഇല്ലാന്നല്ലല്ലോ. അവരെല്ലാവരും കൂടി ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെത്തി. അപ്പൊ ഈ അസ്റിന്റെ ശേഷം സുന്നത്ത് നിസ്കരിച്ച സ്വഹാബിയും കൂടെ ഉണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, അസ്റിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വീട്ടിൽ വെച്ച് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ടോ? ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ആ നിസ്കരിച്ചിട്ടുണ്ട്. അപ്പൊ ഇവരെ മനസ്സിൽ എല്ലാവരുടെ മുഖത്തും പേടി, ഒരു വലിയ നഷ്ടം സംഭവിച്ചൊരു പേടി മുഖത്ത് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. പക്ഷേ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വിശദീകരിച്ചു കൊടുത്തു, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, അസ്റിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരം അല്ലത്. അന്ന് തങ്ങൾ എന്റെ വീട്ടിലാ താമസിച്ചിരുന്നത്. ളുഹറിന്റെ ശേഷം സുന്നത്ത് നിസ്കരിക്കാൻ ഒരുങ്ങുമ്പോ 2 വിഭാഗം കുടുംബക്കാര് വീട്ടിന്റെ മുറ്റത്ത് കാത്തു നിൽക്കുന്നുണ്ട്. ഒരു മസ്ലഹത്തിന് വേണ്ടി, ഒരൈക്യ ചർച്ചയ്ക്ക് വേണ്ടി. നിസ്കരിക്കാതെ അവരുടെ കൂടെ തങ്ങൾ പെട്ടെന്ന് ഇറങ്ങിപ്പോയി. തിരിച്ചു വരുമ്പോഴേക്ക് അസ്റിന്റെ സമയമായി പോയി. അസ്ർ നിസ്കാരം വീട്ടിൽ വന്ന് തങ്ങൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചത് നേരത്തെയുള്ള ളുഹറിന്റെ ശേഷമുള്ള 2 റക്അത്താണ്. അസ്റിന്റെ ശേഷം ഒരു റവാത്തിബ് നിസ്കരിച്ചതായി എന്റെ ഓർമ്മയിൽ വേറെയില്ല. ആ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണ് തങ്ങളാ നിർവഹിച്ചത്. അപ്പൊ കേട്ട സ്വഹാബിമാര് മുഴുവനും പറഞ്ഞു, അൽഹംദുലില്ലാഹ്, നമുക്കൊരു സ്പെഷ്യൽ സുന്നത്തും നഷ്ടപ്പെട്ടിട്ടില്ല. നമ്മൾ നിർവഹിക്കുന്ന സുന്നത്ത് നിസ്കാരം തന്നെയുള്ളൂ. ആ നിർവഹിച്ച സ്വഹാബിയോട് പറഞ്ഞു, അസ്റിന്റെ ശേഷം ഒരു സ്പെഷ്യൽ സുന്നത്തില്ല, ളുഹറിന്റെ ശേഷമുള്ള സുന്നത്ത് തങ്ങൾ അസ്റിന്റെ ശേഷം നിർവഹിച്ചതാണ്. മുഅ്മിനീങ്ങളെ, എന്തിനാ ഞാനിത് പറഞ്ഞത് എന്നറിയുമോ? സുന്നത്ത് നിസ്കാരങ്ങളാണെങ്കിലും ജീവിതത്തിൽ അത് കൊണ്ട് നടക്കേണ്ടതാണ്. 10 റക്അത്ത് മുഅക്കദായ സുന്നത്ത് നിസ്കാരം എന്നും നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണം. റവാത്തിബ് മൊത്തം 10 റക്അത്തല്ല, മുഅക്കദായ 10 റക്അത്തെങ്കിലും കൊണ്ട് നടക്കണം.
സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ദുന്യാവിന്റെ ആലിമിന്റെ അടയാളം പറഞ്ഞപ്പോ, ദുന്യാവിന്റെ മുത്തഅല്ലിമിന്റെ അടയാളം പറഞ്ഞപ്പോ, ദുന്യാവിന്റെ മുത്തഅല്ലിമു ദുന്യാവിന്റെ ആലിമാരാ, വഖദാ ഇദാ തറകസ്സലാത വഖദാ ഇദാ തറകർറവാതിബ വസ്സുനൻ ഇന്നുക്കിദത് ഫഅലം വസ്ഹുബിൽ ഇത്തിലാ. മുഅക്കദായ റവാതിബ് നിസ്കരിക്കാത്ത ആലിമ്, മുഅക്കദായ റവാതിബ് നിസ്കരിക്കാത്ത മുതഅല്ലിമ്, അവർ ദുന്യാവിന്റെ മുതഅല്ലിമാണ്, ആഖിറത്തിന്റെ മുതഅല്ലിമല്ല, ദുന്യാവിന്റെ ആലിമാണ്. നിങ്ങൾ നോക്ക്, മുഅക്കദായ റവാതിബ് സുന്നത്ത് നിസ്കാരം ഒഴിവാക്കുമ്പോഴേക്ക് ഉലമാ ഉസൂഇന് ഒരുപാട് അടയാളങ്ങൾ പറഞ്ഞപ്പോ കൂട്ടത്തിൽ മഹാനവറുകൾ എണ്ണിപ്പറഞ്ഞൊരു അടയാളമാണ്, മുഅക്കദായ സുന്നത്ത് നിസ്കാരം ഒഴിവാക്കുന്നവനാണോ അവൻ യഥാർത്ഥ ആലിമല്ല, യഥാർത്ഥ മുതഅല്ലിമല്ല. യഥാർത്ഥ ആലിമിന്റെയും മുതഅല്ലിമിന്റെയും ജീവിതത്തിൽ മുഅക്കദായ സുന്നത്ത് കഴിയൂല. മുഅക്കദായ 10 റക്അത്ത് സുന്നത്ത് നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ എന്നും ശീലമാക്കണം. ളുഹ്റിന്റെ മുമ്പ് 2, ളുഹ്റിന്റെ ശേഷം 2, മുഅക്കദായ 2 റക്അത്ത് മുമ്പും ശേഷവും ഉണ്ട്. അസ്റിന്റെ മുമ്പ് മുഅക്കദായ സുന്നത്ത് നിസ്കാരം മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കാണുന്നില്ല. പക്ഷേ റവാത്തിബ് സുന്നത്ത് അസ്റിന്റെ മുമ്പും ഉണ്ട്. 4 റക്അത്ത് സുന്നത്ത് റവാത്തിബുണ്ട്. മുഅക്കദായ സുന്നത്ത് നിസ്കാരം ഇല്ലെങ്കിലും റവാത്തിബുണ്ട്. റവാത്തിബ് കൊണ്ട് നടക്കാൻ എന്നും ശീലമാക്കിയ ആളുകൾക്കത് നല്ലതാണ്. ഒരുപാട് മഹത്വങ്ങൾ അവ റവാത്തിബിനുണ്ട്. മഗ്രിബിന്റെ ശേഷം 2, സുശായിന് ശേഷം 2, സുബ്ഹിക്ക് മുമ്പ് 2, ഇങ്ങനെ 10 റക്അത്ത് മുഅക്കദായ സുന്നത്തില്ലേ. ഉമ്മമാരെ ജീവിതത്തിൽ അത് ശീലമാക്കണം. അധിക ആൾക്കാരും നിങ്ങൾ നോക്ക്, ഫർള് നിസ്കാരം കഴിഞ്ഞ് ഒറ്റ പോക്ക് പോകുന്നത് കാണാം. ഫർള് നിസ്കാരം കഴിഞ്ഞ് ഈ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കാതെ നമ്മൾ എങ്ങോട്ടായി പോകുന്നത്? ഫർള് നിസ്കാരം കഴിഞ്ഞ് സുന്നത്ത് നിസ്കരിക്കാതെ പോകുന്ന ആളെ കണ്ടാൽ സ്വഹാബിമാരൊക്കെ പ്രത്യേകം ചോദിക്കുമായിരുന്നു, നിനക്കെന്താ സുന്നത്ത് നിസ്കാരം ഒന്നും ഇല്ലേ? ഒരൊറ്റ ആളും പോകൂലായിരുന്നു. നമ്മളെ ജീവിതത്തെ നമ്മൾ മാറ്റിയെടുക്കേണ്ടത് അങ്ങനെയാണ്. സുന്നത്ത് നിസ്കാരത്തിൽ താല്പര്യം നല്ലോണം ഉണ്ടാകണം. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ജീവിതത്തിന് പഠിപ്പിച്ച തർത്തീബാണ് സുന്നത്തുകൾ. അത് മുറുകെ പിടിക്കണം. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ ഒരു പള്ളിയിൽ 500 പേര് നിസ്കരിക്കാൻ മഗ്രിബിനുണ്ടെങ്കിൽ സുന്നത്ത് നിസ്കരിക്കാത്ത ആളുണ്ടാവും. ഉമ്മമാരെ, നിങ്ങൾ വീട്ടിൽ നിന്ന് ആ നിസ്കാരങ്ങൾ സുന്നത്തുകളൊക്കെ പതിവാക്കണം. നിങ്ങളെ കണ്ടു പകർത്തുന്ന ഒരു വിഭാഗം ഉണ്ട് എന്നൊരു ഓർമ്മ കൂടി വേണം. ചില ഉമ്മമാരൊക്കെ ഉണ്ട് ഫർളിന് മാത്രം കുപ്പായിടും. ഫർള് കഴിഞ്ഞാൽ ഒറ്റ ഊരലാണ് ആ കുപ്പായം. ദിക്റിന് പോലും കാത്തിരിക്കാൻ അവർക്ക് നേരല്ല. സുബ്ഹാനല്ലാഹ്, മുഅക്കദായ 10 റക്അത്തെങ്കിലും കൊണ്ട് നടക്കണം. അതേ, മഗ്രിബാകുമ്പോഴേക്ക് പള്ളിയിലെത്തുന്ന ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മഗ്രിബിന്റെ മുമ്പുള്ള തസ്ബീഹ് എന്നും പതിവാക്കിയിരുന്ന മഹാനാണ്. മഗ്രിബിന്റെ മുമ്പുള്ള തസ്ബീഹ് പതിവാക്കുന്നുണ്ടോ സഹോദരങ്ങളെ? അത് വലിയൊരു ഭാഗ്യമാണ്. രാത്രി നിസ്കാരം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് 5 കാര്യങ്ങൾ വേണമെന്ന് പതിവാക്കിയാൽ തഹജ്ജുദിന് 5 കാര്യം സഹായകമാകുമെന്ന് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചപ്പോ അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് മഗ്രിബിന്റെ മുമ്പുള്ള തസ്ബീഹ്. ഖിബിലക്ക് മുന്നിട്ടുകൊണ്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. മദീനയിൽ സ്വഹാബിമാർ നിലനിർത്തി പോകുന്ന തസ്ബീഹാണത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തസ്ബീഹ് ചൊല്ലുന്ന സമയമാകുമ്പോഴേക്ക് തങ്ങൾ പള്ളിയിലെത്താറുണ്ട്. സ്വഹാബിമാര് മിക്ക ആളുകളും പള്ളിയിലെത്താറുണ്ട്. ഈ തസ്ബീഹ് അങ്ങനെ പതിവായി പോകുന്നൊരു തസ്ബീഹാണ്. ഖിബിലക്ക് മുന്നിൽ കൊണ്ടുകൊണ്ടുള്ള ആ തസ്ബീഹ് 5 കാര്യങ്ങളിൽ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു എണ്ണി പറഞ്ഞതാണ്. തഹജ്ജുദിന് എഴുന്നേൽക്കണോ, അതിൽ ഒരു കാര്യമാണ്
സഹായകമാകുന്ന ഒരു കാര്യമാണ് ഈ ദിക്റ്. മറ്റൊന്ന് മഗ്രിബ് ഇശാഇന്റെ ഇടയിലുള്ള നിന്റെ ജീവിതം ക്രമീകരിക്കണം. വേറൊന്ന് ഉളു എടുക്കുന്നു ഉറങ്ങുന്നതിന്റെ മുമ്പ് നീ ഒന്നും പതിവായി ഉളു എടുക്കണം. അതേ, അതൊക്കെ തഹജ്ജുദിന് സഹായകമാണ്. അതൊക്കെ പാലിക്കണം. ജീവിതത്തിന്റെ തർത്തീബ് അങ്ങനെയാക്കണം. മഗ്രിബിലേക്ക് വന്നു കഴിഞ്ഞാൽ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഇശാഇന്റെ ഇടയിലുള്ള കുറഞ്ഞ ടൈം അത് ഇബാദത്തിലായിട്ട് തന്നെ ക്രമീകരിക്കാൻ കഴിയണം. എന്നാൽ അത് വലിയൊരു ഭാഗ്യമാണ്. ഇബാദത്തുൻ ബൈനൽ ഇശാ വൽ മഗ്രിബി തർകുൻ കലാമൻ ബഅദ ദാലിക ഗാഫിലാ. ഇശാ മഗ്രിബിന്റെ ഇടയിൽ കുറഞ്ഞ സമയമല്ലേ ഉള്ളൂ. എത്ര ശ്രേഷ്ഠമായ സമയമാണത്. വർഷങ്ങളോളമായി ഇശാ മഗ്രിബിന്റെ ഇടയിൽ സംസാരിക്കാത്ത എത്ര മഹാന്മാരുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള സമയം ഇബാദത്തിൽ മാത്രമായി ചെലവഴിക്കാൻ കഴിയണം. ഉമ്മമാരെ മക്കളെ പഠിപ്പിക്കുന്നത് ഇബാദത്താണ്. അവർ ഉറങ്ങുന്നതിന് മുമ്പ് അവർക്ക് പഠനങ്ങൾ കൊടുക്കണം. എഴുതാനുള്ളത് എഴുതിപ്പിക്കണം, വായിപ്പിക്കാനുള്ളത് വായിപ്പിക്കണം, ഓതിപ്പിക്കാനുള്ളത് ഓതിപ്പിക്കണം. ഇബാദത്താണ്. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഇശാഇന്റെ ഇടയിൽ സ്വറ പറഞ്ഞിരിക്കരുത്. സ്വറക്കേണ്ട സമയമല്ലത്. ഗീബത്തിനും നമീമത്തിനും ചെലവഴിക്കേണ്ട സമയമല്ല. ഓതാൻ പറ്റുമോ നീ ഓതണം. പതിവായി ഓതുന്ന സൂറത്തുകളുണ്ടോ അതിനാ സമയം കണ്ടെത്തണം. വല്ല ദിക്റുകളും നീ പതിവാക്കുന്നുണ്ടോ അതിനാ സമയം കണ്ടെത്തണം. എത്രയോ ശ്രേഷ്ഠരായ ആളുകളെ കാണാം. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഇശാഇന്റെ ഇടക്ക് അല്ലാഹു പൊരുത്തപ്പെടാത്ത ഒരു കലാമും പറയാതെ ആ സമയം വളരെ കൃത്യതയോടെ സൂക്ഷിച്ച് ചൊല്ലാനുള്ളത് ചൊല്ലി, പറയാനുള്ളത് തന്നെ വളരെ ശ്രദ്ധാപൂർവം പറഞ്ഞ്, പഠിക്കാനുള്ളത് പഠിച്ച്, പഠിപ്പിക്കാനുള്ളത് പഠിപ്പിച്ചു കൊണ്ട് നടക്കുന്നവർ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ രാത്രി എങ്ങനെയാണ്? കാന യഖ്സിമുൽ ലൈലത സലാസത അജ്സാ. രാത്രി മൂന്നായി ഭാഗിക്കുന്ന മഹാനായിരുന്നു. രാത്രി മൂന്നായി ഭാഗിക്കും. നമ്മുടെ ജീവിതത്തിലും ആ മൂന്നെണ്ണം കഴിയുമോ? കഴിയും. രാത്രിയുടെ ആദ്യ ഭാഗം അതേ ലിമുതാലാത്തിൽ കുതുബി, കിതാബ് ഓതുന്നതിനും ഓതിക്കൊടുക്കുന്നതിനും സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും പഠിക്കുന്ന മുതഅല്ലിമുകൾക്ക് വിഷയങ്ങൾ സമഗ്രമായി പഠിപ്പിച്ചു കൊടുക്കുന്നതിന് ആദ്യത്തെ ഒരു ഭാഗം ചെലവഴിക്കും. ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ സമയം. ഇശാഇന്റെ ശേഷം വന്നാലോ പിന്നെ ഉറങ്ങാനാണ്. സുബ്ഹി വരെയാണോ? അല്ല. സുബ്ഹിന്റെ മുമ്പ് ഒരു സമയം മഹാനവറുകൾ എഴുന്നേൽക്കുന്നു. എഴുന്നേറ്റിട്ട് സുബ്ഹിന്റെ മുമ്പുള്ള സമയം തഹജ്ജുദിന് വേണ്ടി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കാരവും ഖുർആനോത്തും ദിക്റും ദുആവും പതിവാക്കുന്നു. ഇങ്ങനെ രാത്രി കാന യഖ്സിമുൽ ലൈലത സലാസത അജ്സാ. രാത്രി മൂന്നായി ഭാഗിക്കുന്ന ഒരു പതിവുണ്ട്. സഹോദരങ്ങളെ, നമ്മളും രാത്രി അധിക സമയം ഉറക്കൊഴിച്ചുകൊണ്ട് കാത്തിരിക്കാതെ അതേ ഇശാഇന്റെ ശേഷം കാര്യമായുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ഹദ്ദാദ് റാത്തീബ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളൊരു പതിവാണ്. ആ ഹദ്ദാദ് റാത്തീബ് പതിവാക്കി ചൊല്ലി എല്ലാ ദിവസവും കൊണ്ട് നടക്കേണ്ട ഒരു വൃത്താണല്ലോ ഹദ്ദാദ്. റാത്തീബുൽ ഹദ്ദാദ് എന്നല്ലേ പേര്. റാത്തീബ് എന്ന് നമ്മൾ നീട്ടി വിളിക്കുന്നതാണ്. അറബി വാക്ക് ശരിക്ക് റാത്തീബ് എന്നാണ്. റാത്തീബുൽ ഹദ്ദാദ് പതിവായി ചൊല്ലുന്നൊരു വൃത്താണ്. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ച് ജനങ്ങളിലേക്ക് വിതരണം ചെയ്ത ആ ഹദ്ദാദ് വലിയ ശ്രേഷ്ഠതയുള്ള ദിക്റാണ്. ഹദീസിൽ പഠിപ്പിക്കപ്പെട്ട ദിക്റുകളാണ് അതിൽ ഉള്ളത്. ആ ദിക്റുകളൊക്കെ ചൊല്ലി തഹ്ലീലും ഫാത്തിഹയും മോദി ദുആർക്കുന്ന ആൾക്ക് വലിയ മഹത്വം ആ ദിക്റുകളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും കിട്ടും. ഇശാഇന്റെ ശേഷം നിർവഹിക്കുന്ന ഹദ്ദാദ് മഹാനവറുകൾ പറഞ്ഞു. അവിടുത്തെ പുത്രൻ അതിന്റെ വ്യാഖ്യാനം എഴുതിയ കിതാബിലും പറഞ്ഞു, വിശുദ്ധ റമദാനായി കഴിയുമ്പോ ഇശാഇന്റെ മുമ്പ് ഹദ്ദാദ് ചൊല്ലുന്നൊരു പതിവുണ്ട്. അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ ഇശാഇന്റെ ശേഷം ഹദ്ദാദ് ചൊല്ലൊരു പതിവാക്കുക. വീടുകളിൽ ഉമ്മമാരേത് സ്ഥിരമായി പതിവാക്കുക. നമ്മൾ ശീലമാക്കുന്നത് മക്കളെ കൊണ്ടും ശീലമാക്കുക. ഹദ്ദാദ് റാത്തീബ് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ഇശാഇന്റെ മുമ്പ് ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിച്ചിട്ടുള്ളത്. കഴിയുമെങ്കിൽ രാത്രി ഭക്ഷണം ഇശാഇന്റെ മുമ്പ് കഴിച്ച് ഉറങ്ങാനാകുന്ന നേരത്ത് ശരീരം ഒന്ന് നല്ല ദഹനം കിട്ടിയ രൂപത്തില് ഒന്ന് കിടന്നുറങ്ങിയിട്ട് സുബ്ഹിന്റെ മുമ്പ് എഴുന്നേൽക്കണം.
സുബ്ഹിന്റെ മുമ്പ് എഴുന്നേറ്റുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കണം. എല്ലാവർക്കും ഒരേ രൂപത്തിൽ കഴിയില്ല. നല്ലവണ്ണം ശരീരത്തിന് ഉറക്കം ബാധിക്കുന്ന ആളുകളാണോ, എന്നാൽ അവര് കുറച്ചെങ്കിലും സമയം, ഒരു 10-20 മിനിറ്റ് എങ്കിലും മുമ്പ് എഴുന്നേറ്റ് ഒരു 2 റക്അത്തെങ്കിലും നിസ്കാരം നിർവഹിക്കാൻ നോക്കണം. ഫലറക്അതാനി മിനസ്സലാത്തി ബിലൈലത്തിൻ കൻസും ബിദാരിൽ ഖുൽദി അദ്വമംബലാ ഫസ്തക്തിറന്ന മിനൽ കുനൂസി ലിഫഖത്തിൻ തതി അലൈക വലാ നസീബ വലാ ആഖിറത്തിലേക്കുള്ള വലിയൊരു നിധിയാണത്, ശ്രേഷ്ഠമായൊരു നിധിയാണ്. 2 റക്അത്തെങ്കിലും ഒരു തഹജ്ജുദ് നിസ്കാരം നിർവഹിക്കാൻ കഴിയുമോ, എന്നും അത് പതിവാക്കാൻ കഴിയുമോ? ഏറ്റവും അധികം അമലുകൾ ആവശ്യം വരുന്നൊരു ദിനമാണ് യൗമുൽ ഫാഖ എന്ന് ഖിയാമത്ത് നാളിനൊരു പേരില്ലേ? ദാരിദ്ര്യം പിടിച്ച ദിവസം, അമലുകൾ പോരല്ലോ എന്ന് ഓരോരുത്തരും പറയുന്ന ദിവസം. അന്ന് നിനക്ക് വലിയ സമ്പാദ്യമായി കാണാൻ പറ്റുന്നൊരു അമലാണ് സ്വലാത്തുൽ ലൈൽ. മണിക്കൂർ കണക്കിന് നിസ്കരിച്ചിരുന്നു മഹാന്മാർ. നമ്മൾ ദുർബലരാണ്. കുറച്ചെങ്കിലും 2 റക്അത്തെങ്കിലും പതിവാക്കുക. പതിവായി കൊണ്ടു നടക്കാൻ പറ്റിയ നല്ലൊരു അമലാണ്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തഹജ്ജുദ് നിസ്കാരത്തിന് എഴുന്നേൽക്കും. 11 റക്അത്ത് നിസ്കരിക്കും പതിവായിട്ട്. ചിലപ്പോൾ അത് 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂർ, 2.5 മണിക്കൂർ സമയങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, 1 റക്അത്ത് നിസ്കരിക്കാൻ ബാക്കിയുണ്ടാകും. അപ്പൊ ഏകദേശം 1 റക്അത്തിനും പിന്നെ കുറച്ച് ദുആക്കൊക്കെ സമയം ബാക്കി, 1/2 മണിക്കൂർ കൂടി ബാക്കി ഉണ്ടാവും സുബഹി ബാങ്ക് കൊടുക്കാൻ. ആ നേരമാകുമ്പോ ഞങ്ങളൊക്കെ വിളിച്ചുണർത്തും. ആരെയെല്ലാം വിളിച്ചുണർത്തും? 9 വീട്ടിലെ ഭാര്യമാരെയും വിളിച്ചുണർത്തും. 9 വീട്ടിലെ സഹധർമ്മിണികളെ മാത്രമല്ല, 10ാമത്തെ ഒരു വീട് കൂടി വിളിച്ചുണർത്തുന്നുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും കിടന്നുറങ്ങുന്ന വീട്ടിന്റെ വാതിൽക്കൽ പോയി അലാ തുസല്ലിയാൻ, നിസ്കരിക്കുന്നില്ലേ? തഹജ്ജുദ് നിസ്കാരത്തിന് വിളിച്ചുണർത്തുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചുണർത്തുന്നു. തഹജ്ജുദിന്റെ വലിയ മഹത്വം അറിയില്ലേ ഉമ്മമാരെ? പതിവാക്കുന്ന ആളുകൾക്ക് അതേ അല്ലാഹു വലിയ സ്വീകാര്യത നൽകിയാൽ ഹിസാബില്ലാതെ നരകത്തിൽ പോകുന്ന കുറെ വിഭാഗം ഉണ്ട്. ഞാൻ അവരെ എണ്ണി പറയുന്നില്ല. ഹിസാബില്ലാതെ നരകത്തിൽ പോകുന്ന ധാരാളം ആളുകളുണ്ട്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അത് ഈ ഉമ്മത്തിലും ഉണ്ട്. ഒരു ഹദീസിൽ പഠിപ്പിച്ചപ്പോ 6 വിഭാഗങ്ങളെ എണ്ണി പറഞ്ഞപ്പോ 6ാമത്തെ വിഭാഗം ഉലമാ അല്ലേ പറഞ്ഞത്? ഹിസാബില്ലാതെ നരകത്തിൽ പോകുന്നു എന്ന് ഹദീസിൽ പറഞ്ഞപ്പോ 6ാമത്തെ വിഭാഗം ഉലമാഉ, ആലിമീങ്ങളാണ്. അതിന് കാരണം പറഞ്ഞത് ബിൽ ഹസദി, അസൂയ കൊണ്ടാണ്. ഒരൊറ്റ ആലിമിനോടും അസൂയ വേണ്ട, ഒരൊറ്റ പണ്ഡിതനോടും ഒരു അസൂയയും വേണ്ട. ആലിമാണോ അവരെ ബഹുമാനിക്കണം. ആലിമിനോട് ഖൽബിൽ വരുന്ന അസൂയ, ആ അസൂയ ജീവിതത്തിന്റെ പല ഭാഗങ്ങളിലും പ്രതിഫലിച്ചു പോകും. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടുള്ള വലിയ നഷ്ടം സംഭവിക്കുന്നത് അവിടെയാണ്. ആലിമീങ്ങളോട് ബഹുമാനമാണ് വേണ്ടത്, അവരോട് നല്ല താല്പര്യമാണ് ഉണ്ടാകേണ്ടത്. സർവ്വ ആലിമീങ്ങൾക്കും അല്ലാഹു ഖൈറും ബർക്കത്തും ഏറ്റിക്കൊടുക്കട്ടെ. സഹോദരങ്ങളെ, ഇൽമെന്ന ബഹുമാനം അല്ലാഹു അവർക്ക് നൽകിയിട്ടില്ലേ? അപ്പൊ ആ ഹദീസിൽ അങ്ങനെ എണ്ണി പറഞ്ഞുവെങ്കിൽ മറ്റൊരു ഹദീസിൽ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുന്ന ധാരാളം ആളുകളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ മുൻപന്തിയിലുള്ള സ്റ്റേജിലേക്കൊന്നും എത്താൻ പറ്റുമോ എന്നറിയില്ല. മഹ്ശറിൽ ആളുകൾ ഒരുമിച്ച് കൂടുമ്പോ അയിന അഹ്ലുൽ ഫളിൽ, വലിയ മഹത്വമുള്ള ആളുകൾ എവിടെയെന്ന് മലക്കുകൾ വിളിച്ചു ചോദിക്കുമ്പോ അർശിന്റെ ചുവട്ടിൽ
ചുവട്ടിൽ നിന്നതാ കുറച്ച് ആളുകൾ മുന്നോട്ട് പോകുന്നു. വഹും ഖലീൽ. ഹദീസിൽ തന്നെ പറഞ്ഞു അവർ കുറഞ്ഞ ആളുകളാണ്, ധാരാളം എന്നല്ല. അഹ്ലുൽ ഫളിൽ, മഹത്വമുള്ള ആളുകൾ മുന്നോട്ട് പോകുമ്പോ മലക്കുകൾ അവരെ വരവേറ്റുകൊണ്ട് ചോദിക്കുന്നു, നിങ്ങളാണോ മഹത്വമുള്ളവർ? അതെ. എന്താണ് നിങ്ങളെ മഹത്വം? അവര് പറയുന്നു, ഞങ്ങളെ മഹത്വം മറ്റൊന്നുമല്ല, ആരെങ്കിലും ഞങ്ങളെ അക്രമം ചെയ്താൽ ഞങ്ങൾ ക്ഷമിച്ചിരുന്നു, അനാവശ്യം പറഞ്ഞാൽ ഞങ്ങൾ സഹിച്ചിരുന്നു, ഞങ്ങളോട് എന്തെങ്കിലും വൃത്തികേടിൽ പെരുമാറിയാൽ ഞങ്ങൾ തിരിച്ചതേ ഭാഷയിൽ പ്രതികരിച്ചിരുന്നില്ല, സഹിച്ചുകൊണ്ട് അവർക്ക് മാപ്പ് നൽകിയിരുന്നു. അത് ഡിഗ്രി കൂടുതലുള്ള ആൾക്കാരാണ്. നമുക്ക് ആ ദർജയിലേക്ക് എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിനെ പോലത്തെ മഹാന്മാർ, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിനെ പോലത്തെ മഹാന്മാരെ പറ്റിയാണ് അപ്പറഞ്ഞ വാക്ക്. മഹാനവറുകളെ കാരാഗ്രഹത്തിൽ ഇല്ലാത്ത കേസും പറഞ്ഞ് ജയിലിൽ അടച്ചിട്ട് മാറി മാറി ചാട്ടവാറ് കൊണ്ടടിച്ചു 150 ആളുകൾ. ഒരാളും രണ്ടാളുമില്ല, 150 ആളുകൾ അടിച്ചു ആ ശറഫാക്കപ്പെട്ട ശരീരത്തിൽ. ആദ്യം കുപ്പായം ധരിപ്പിച്ചുകൊണ്ട്, പിന്നെ കുപ്പായം ഊരിക്കൊണ്ട്, പിന്നീട് അവസാനം മഹാനവറുകൾ നിരപരാധിയാണ് എന്ന് തെളിഞ്ഞ് മഹാനവറുകൾ ജയിലിൽ നിന്ന് മോചനം കിട്ടി പുറത്തു വന്നപ്പോ കാത്തു നിൽക്കുന്ന പുറത്തുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും ചോദിക്കുമ്പോൾ ചോദിച്ചു, നിങ്ങൾ ഉസ്താദിനെ കേസിൽ കുടുക്കിയ ആൾക്കെതിരെയും ആക്രമിച്ച ആൾക്കെതിരെ, ശിക്ഷ നടത്തിയ ആൾക്കാർക്കെതിരെയും ഒരു തിരിച്ചൊരു കേസ് കൊടുക്കല്ലേ? സാധാരണ ചോദിക്കൂലേ? കേസ് നമ്മൾ ജയിക്കുമ്പോ തിരിച്ചൊരു കേസ് അങ്ങോട്ടൊരു കേസ് കൊടുക്കല്ലേ എന്ന് ചോദിച്ചു. 150 ആളുകൾ ശിക്ഷിച്ചിട്ടില്ലേ? ചാട്ടവാറ് കൊണ്ടടിച്ചിട്ടില്ലേ? പല ആളുകളും വിദേഹത്തുകാരാണ്. മഹാനവറുകൾ പറഞ്ഞു, എന്നെ അടിച്ച ആളുകൾക്കൊക്കെ ഞാൻ മാപ്പ് കൊടുത്തു. സുബ്ഹാനല്ലാഹ്, 150 ആളുകൾ ചാട്ടവാറ് കൊണ്ടടിച്ചിട്ടുണ്ട്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയാണ്, എന്നെ അടിച്ച ആളുകൾക്കൊക്കെ ഞാൻ മാപ്പ് കൊടുത്തു. ഇല്ലാ അഹ്ലൽ ബിദ്അത്തിന്റെ കക്ഷികൾക്കൊഴികെ അവരോട് വിരോധമൊന്നുമില്ല. അവര് ബിദ്അത്ത് മാറി വരട്ടെ, അവർക്കും കൊടുക്കാം മാപ്പ്. എല്ലാവർക്കും മാപ്പ് കൊടുത്തു എന്ന് പറഞ്ഞൊരു ഭാഷയില്ലേ, ഒരു സ്വഭാവമില്ലേ? അതെന്തൊരു സഹനത്തിന്റെ സ്വഭാവമാണ്. ഒരു വാക്ക് ഏറെ പറഞ്ഞാൽ സഹിക്കാൻ പറ്റുമോ സഹോദരങ്ങളെ? നമുക്ക് ഏതെങ്കിലും ഒരാളൊന്ന് ഏറെ പ്രവർത്തിക്കുമ്പോഴേക്ക് ഉറഞ്ഞു തുള്ളുന്ന സ്വഭാവമല്ലേ ഉള്ളത്? വലിയ മഹത്തുക്കളെ ദറജയിലേക്കൊക്കെ പോകണമെങ്കിൽ ഈ സ്വഭാവങ്ങൾ വരണം. അവരെ കൊണ്ടുപോകുന്നു, അവർക്ക് ഹിസാബില്ല, അവർക്ക് മീസാനില്ല. മലക്കുകൾ ആവേശത്തോടെ മർഹബ പാടിയിട്ട് സിറാത്തിലൂടെ കൊണ്ടുപോകുന്നു. അങ്ങനെ ഹിസാബില്ലാതെ കൊണ്ടുപോകുന്നവരിൽ ഏറ്റവും അവസാനം വിളിക്കുന്നൊരു ചോദ്യമുണ്ട്, ഐനല്ലദീന തതജാഫാ ജുനൂബുഹും അനിൽ മലാജി. പറ്റുമോ ഉമ്മമാരെ, ഇന്ന് തന്നെ ശ്രമം തുടങ്ങിക്കോളൂ. പറ്റുമോ സഹോദരങ്ങളെ, ഇന്ന് തന്നെ പണിയെടുത്തോളൂ. സൗകര്യങ്ങൾ ഇഷ്ടം പോലെ റബ്ബ് തന്നിട്ടുണ്ട്, സംവിധാനങ്ങൾ ആവശ്യത്തിലധികം അല്ലാഹു തന്നിട്ടുണ്ട്, സുഖങ്ങൾ അല്ലാഹു ഏറെ തന്നിട്ടുണ്ട്, ക്ഷീണങ്ങൾ അല്ലാഹു കുറച്ചു തന്നിട്ടുണ്ട്. അവസാനം ഹിസാബില്ലാതെ പോകുന്ന ആളുകളെ മേൽവിലാസം എന്താണെന്നറിയോ? ഐനല്ലദീന തതജാഫാ ജുനൂബുഹും അനിൽ മലാജി. കിടപ്പറകളിൽ നിന്ന് സുബ്ഹി വരെ ഉറങ്ങാതെ സുബ്ഹിന്റെ മുമ്പ് എഴുന്നേറ്റ് നിസ്കരിച്ചിരുന്ന ആളുകളെവിടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവസാനത്തെ വിളിയാണിത്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഹിസാബാണ് നടക്കാൻ പോകുന്നത്. കിതാബിന്റെ വിതരണം നടക്കാൻ പോകുന്നു, ചോദ്യോത്തരങ്ങൾ നടക്കാൻ പോകുന്നു, മീസാന് മുന്നോട്ട് വച്ചതിന്റെ വിഷയങ്ങൾ നടക്കാൻ പോകുന്നു. തതജാഫാ ജുനൂബുഹും അനിൽ മലാജി. കിടപ്പറകളിൽ നിന്ന് ശരീരങ്ങളെ പിടിച്ചുയർത്തിയിട്ട് പാതിരാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിച്ചിരുന്ന ആളുകൾ എവിടെ എന്ന് ചോദിക്കുമ്പോ അർശിന്റെ ചുവട്ടിൽ നിന്നതാ കുറച്ച് ആളുകൾ അങ്ങോട്ട് മുന്നോട്ട് പോകും. വഹും ഖലീൽ. അവരും കുറഞ്ഞ ആളുകൾ തന്നെ.
സുബ്ഹാനല്ലാഹ്, അവരെയും അതാ മലക്കുകൾ സ്വീകരിച്ചുകൊണ്ട് സന്തോഷത്തോടെ കൊണ്ടുപോകുന്നു. അതിൽ ഉൾപ്പെടാൻ കഴിയും ഉമ്മമാരെ, സഹോദരങ്ങളെ, ഈ നിസ്കാരം പതിവാക്കണം. അത് വലിയ ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണ്, വലിയ പോരിശയുള്ള നിസ്കാരമാണ്. ഭാര്യമാരെ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിപ്പിച്ചു എന്ന് മാത്രമല്ല, മരുമക്കളെ കൊണ്ട് നിസ്കരിപ്പിച്ചു എന്ന് മാത്രമല്ല, സ്വഹാബിമാരോട് വരെ ആ നിസ്കാരം തുടങ്ങിയ ആളുകളോടൊക്കെ തങ്ങൾ വിളിച്ചു കൊടുക്കുന്ന ഉപദേശം കേട്ടിട്ടില്ലേ ഹദീസില്? ലാ തകുൻ മിസ്ല ഫുലാൻ, നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞു, എന്നാ മറ്റാളെ പോലെയുള്ള നിസ്കാരമാകരുത്. ആദ്യഘട്ടത്തിൽ നല്ല തഹജ്ജുദായിരുന്നു, പിന്നീട് അത് ഒഴിവാക്കി പോയി, അങ്ങനെയാകരുത്, നിലനിർത്തിക്കൊണ്ടുപോകണേ. 2 റക്അത്തെങ്കിലും പതിവാക്കിയാൽ അത് വലിയ ഭാഗ്യമാണ്. അതുകൊണ്ട് കിട്ടുന്ന നേട്ടങ്ങൾ മൊത്തമായി ഞാൻ എണ്ണി പറയുകയല്ല. റബ്ബ് സുബ്ഹാനഹു വ തആല ശരീരത്തിന് നല്ല വിശ്രമം തന്നില്ലേ, നല്ല ക്ഷീണം മാറ്റി തന്നില്ലേ, ആരോഗ്യാവസ്ഥ തിരിച്ചു കിട്ടുന്ന രീതിയിൽ ഉറക്കം തന്നില്ലേ. എന്ത് നന്ദി കൊടുത്താലാണ് ഇതിന് പകരമാകുക? ഏറ്റവും വലിയ നന്ദിയായി അല്ലാഹു പഠിപ്പിച്ച നന്ദി നിസ്കാരം തന്നെയല്ലേ. സുബ്ഹാനല്ലാഹ്, വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക അസാ യബ്അസക റബ്ബുക മഖാമം മഹ്മൂദാ. രാത്രി എഴുന്നേറ്റ് ഉറക്കൊഴിവാക്കി കുറച്ചു നേരം നിസ്കരിക്കൂ നബിയേ. അങ്ങേക്ക് ഉമ്മത്തിനുള്ളതിനേക്കാളും ഏറെ ഒരു ഫർളായിട്ട് തഹജ്ജുദ് നിസ്കാരം നമ്മൾ നിശ്ചയിച്ചു തരികയാണ്. നാഫിലതൻ ലക, ഒരു ഏറെ ഫർളായി തങ്ങൾക്ക് നമ്മൾ നിർവഹിച്ചു തരികയാണ്. അസാ യബ്അസക റബ്ബുക മഖാമം മഹ്മൂദാ. ലോകത്ത് ആർക്കും കൊടുക്കാത്ത വലിയൊരു പദവി, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പദവി, മഖാമും മഹ്മൂദ് എന്നൊരു പദവി അല്ലാഹു തങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുണ്ടല്ലോ നബിയേ. രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കൂ നബിയേ. രാത്രിയിലെ നിസ്കാരം നമ്മൾ പതിവാക്കണം. സുബഹിന്റെ ജമാഅത്ത് പതിവാക്കണം. ഉമ്മമാരോട് പറയട്ടെ, ജമാഅത്തായി വീട്ടിൽ നിന്ന് നിസ്കരിക്കണം. ജമാഅത്ത് കഴിയുന്ന സന്ദർഭങ്ങളിലൊക്കെ ജമാഅത്ത് നിസ്കരിക്കണം. പുരുഷന്മാര് ജമാഅത്തിന് വേണ്ടി അവിടെ കൂടേണ്ടതില്ല, അവര് പള്ളിയിലേക്ക് വരണം. സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവരവരുടെ പള്ളികളിലേക്ക് നീങ്ങണം. ഈ പള്ളിയിലേക്കാണെങ്കിൽ ഈ പള്ളിയിലേക്ക് മറ്റും ഒരുപാട് പള്ളികൾ ഈ നാട്ടിലുണ്ട്, ആ പള്ളികളിലേക്ക് നീങ്ങണം. സ്ത്രീകൾ മൊത്തമായി ജമാഅത്തായി നിസ്കരിക്കണം. ജമാഅത്ത് നിസ്കാരം പെണ്ണുങ്ങൾക്കും ഉള്ളത് തന്നെയാണ്, അവർക്കും അത് സുന്നത്താണ്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ജമാഅത്തായി നിസ്കരിച്ചിട്ടുണ്ടല്ലോ, മദീന പള്ളിയിലെ ജമാഅത്തിൽ പങ്കെടുത്തിട്ടല്ല. പിന്നെയോ വകാന യഉമ്മുഹാ അബ്ദുഹാ ദക്വാൻ, ആയിഷ ബീവിക്ക് അവിടുത്തെ അടിമയായ ദക്വാൻ റളിയല്ലാഹു അൻഹു ഇമാമായി മുന്നിൽ നിന്നുകൊണ്ട് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ജമാഅത്തായി നിസ്കരിച്ചിരുന്നു. ആയിഷ ബീവിക്ക് ആൺകുട്ടിയും പെൺകുട്ടിയുമായ ഒരു കുട്ടിയും ഇല്ലല്ലോ. നമ്മുടെ വീട്ടിൽ പെൺമക്കളില്ലേ, മരുമക്കളില്ലേ, മദ്രസയിൽ പോകുന്ന കുട്ടികളില്ലേ, അവരെ ഉപയോഗപ്പെടുത്തിയിട്ട് നിസ്കാരം ശീലമാക്കുന്ന പതിവും കൂടി നൽകിയിട്ട് ഉമ്മമാരെ ജമാഅത്ത് നിസ്കാരം കൃത്യമായി നിർവഹിക്കണം. ജീവിതത്തിൽ കിട്ടുന്ന വലിയൊരു സന്തോഷമാണ്, വലിയൊരു ക്രമമാണത്. കഴിവിന്റെ പരമാവധി ജമാഅത്ത് നിലനിർത്തണം. ഒരു കൊല്ലം ഒരു ജമാഅത്ത് മുടങ്ങിയിട്ടില്ല എന്നൊരാൾ പറയുകയാണെങ്കിൽ കുറച്ചൊക്കെ അയാളെ ജീവിതം അയാൾ തർത്തീബാക്കി. 10 കൊല്ലം ഒരു ജമാഅത്ത് മുടങ്ങിയിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, അയാളെ ജീവിതം അയാൾ നല്ലോണം തർത്തീബാക്കി. ചെറിയ തർത്തീബൊന്നുമല്ല. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജമാഅത്തില്ലാതെ ആകെ തങ്ങൾ നിസ്കരിച്ച നിസ്കാരം നോക്ക് നിങ്ങൾ. ആകെ 10-17 നിസ്കാരമേ ഉള്ളൂ. ബാക്കി മുഴുവൻ നിസ്കാരങ്ങളും തങ്ങൾ നിർവഹിച്ചത് ജമാഅത്തിലായിട്ടാണ്. വീട്ടിൽ വിശ്രമിച്ച ഒരു കുറഞ്ഞ ദിവസത്തിലുള്ള ജമാഅത്ത് മാത്രം.
10-15 നിസ്കാരം മാത്രം. ബാക്കി നിസ്കാരങ്ങളൊക്കെ ജമാഅത്തായി നിർവഹിച്ചതാ. അത് ജീവിതത്തിൽ ഒരു തർത്തീബായി നമ്മൾ കണക്ക് കൂട്ടേണ്ടതാണ്. നമ്മുടെ ജീവിതം ഇങ്ങനെ ക്രമീകരിച്ചുകൊണ്ട് മാറ്റപ്പെടുത്തണം. രാവും പകലും. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലുള്ള മക്കളും കുടുംബവും മൊത്തം അവരുടെ ജീവിതം ക്രമമാക്കി മാറ്റിയത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം പഠിച്ചിട്ടാണ്. ഷാഫി ഇമാം തങ്ങളുടെ ശിഷ്യനല്ലേ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. നമ്മുടെ ജീവിതത്തിൽ തർത്തീബ് ഉണ്ടാകണം. രാവും പകലും നഷ്ടമാകരുത്, ലാഭമാകണം. രാവും പകലും നമുക്ക് നഷ്ടമാകരുത്. അധ്വാനിക്കാനും ജീവിക്കാനും സുഖിക്കാനും വേണ്ടി മാത്രല്ല രാവും പകലും അല്ലാഹു തന്നത്. അതല്ലേ ഖുർആനിലൂടെ അല്ലാഹു ഉണർത്തിയത്. വമിർ റഹ്മതിഹി ജഅല ലക്കുമുൽ ലൈല വന്നഹാറ. രാവും പകലും നിങ്ങൾക്ക് സംവിധാനിച്ചത് അല്ലാഹു ചെയ്ത വലിയ അനുഗ്രഹത്തിൽപ്പെട്ടതാണ്. ലിതസ്കുനൂ ഫീഹി. രാത്രിയിൽ നിങ്ങൾ ശാന്തരാകാൻ വേണ്ടി രാത്രി ഒന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങുമ്പോ എന്തൊരു സന്തോഷമാണ്, എന്തൊരു ആരോഗ്യമാണ്. ക്ഷീണമൊക്കെ മാറി കിട്ടി, ഉന്മേഷം ഏറെ കിട്ടി, സന്തോഷം നല്ലോണം കിട്ടി. സുബ്ഹാനല്ലാഹ്. ജീവിതത്തിന്റെ ഓരോ പ്രയാസങ്ങളും നീങ്ങി കിട്ടി. 6-7 മണിക്കൂർ തൊഴിലെടുത്ത് വന്നൊരാള് ഇശാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ നേരത്തെയോ പിന്നെയോ അല്പം കഴിച്ച് ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്ക് ശരീരത്തിന് എന്തൊരു ഓജസ്സാണ്, എന്തൊരു തേജസ്സാണ്. ലിതസ്കുനൂ ഫീഹി. നല്ല സായുജ്യം കിട്ടാൻ വേണ്ടിയാണ് രാത്രി അല്ലാഹു സംവിധാനിച്ചത്. വലിതബ്തഗൂ മിൻ ഫളിഹി. പകലോ രാത്രി പോലെയല്ലല്ലോ. പകലിൽ നല്ല സമ്പാദ്യം ഉണ്ടാക്കാനും നല്ല അധ്വാനിക്കാനും രാവും പകലും തന്നു. അതിനു മാത്രമല്ല വലഅല്ലകും തഷ്കുറൂൻ. രാത്രിയിലും പകലിലും നിങ്ങൾ നന്ദി ചെയ്യാൻ വേണ്ടിയും കൂടിയാണ്. എന്താണ് ആ നന്ദി? ജീവിതത്തെ ഈ രൂപത്തിൽ ക്രമീകരിക്കലാണ്. ജോലിക്ക് പോയിട്ടാകട്ടെ, ഉറങ്ങിയിട്ടാകട്ടെ, ഫർളും സുന്നത്തുമായ അമലുകളൊന്നും നഷ്ടപ്പെടാതെ ജീവിതത്തിൽ അത് കാത്തു സൂക്ഷിക്കണം. എന്നിട്ട് സഹോദരങ്ങളെ ജീവിതത്തിൽ നല്ല ചിട്ട വരുത്തണം. കുളിക്കുമ്പോൾ ആ കുളി സുന്നത്തുകളൊക്കെ പാലിച്ചുള്ള ഒരു കുളിയാകണം. ഭക്ഷണം കഴിക്കുമ്പോൾ സുന്നത്തുകളൊക്കെ പാലിച്ചുള്ള ഭക്ഷണം കഴിക്കലാകണം. ഉറങ്ങുമ്പോൾ സുന്നത്തുകളൊക്കെ പാലിച്ചുള്ള ഉറക്കമാകണം. ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴും സുന്നത്തുകളൊക്കെ പാലിച്ച രൂപത്തിൽ ക്രമീകരിക്കണം. പഴയ രൂപത്തിൽ തന്നെ ഭക്ഷണം കഴിക്കുന്നതും ഉറങ്ങുന്നതും കുളിക്കുന്നതും ഇപ്പോഴും ഒരു മാറ്റമില്ലാതെ തുടർന്നു പോകരുത്. കുളിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് എന്തെല്ലാം സുന്നത്തുകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നല്ലേ ഒരു കാമിലായ വുളു എടുത്തിട്ട് നീ കുളിക്കണം. നല്ല മറവോടുകൂടെ കുളിക്കണം. മുഴുവനും അഴിച്ചിട്ടിട്ടല്ല കുളിക്കേണ്ടത്. അത് ജായിസാണെങ്കിലും ഉത്തമമായ ശൈലി അതേ നഗ്നത മറച്ചുകൊണ്ട് കുളിക്കലാണ്. കുളിക്കുന്നതിന്റെ മുമ്പ് ഒരു കാമിലായ പൂർണ്ണമായ വുളു എടുക്കൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം പല തവണ ഒരേ പാത്രത്തിൽ നിന്ന് കുളിച്ച മഹദിയാണ് ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ. മഹദി പറയുന്നു, എപ്പോൾ കുളിക്കുകയാണെങ്കിലും വുളു എടുക്കാതെ തങ്ങൾ കുളിക്കാറില്ല. പല ആൾക്കാരും കാണാം കുളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വന്നൊരു വുളു എടുക്കണം. എത്രത്തോളം മഹാന്മാര് പഠിപ്പിച്ചു. ഈ കുളിന്റെ ഇടയിൽ ഈ ഉളു മുറിയാണെങ്കിൽ അപ്പോൾ തന്നെ ആ ഉളു കൊണ്ടും പുതുക്കിയെടുക്കൽ സുന്നത്താണ്. അത്രയും മുഅക്കദായ ഉളു ആണ് കുളിന്റെ മുമ്പുള്ള ഉളു. അങ്ങനെ പാലിച്ചുകൊണ്ട് കുളിക്കണം. ഇത് എന്നും കുറെ വെള്ളം ചെലവാക്കുന്ന ഒരു കുളിയായി മാറരുത്. കുളി കഴിഞ്ഞിട്ടും ചൊല്ലണം ഉളുവിന്റെ ശേഷമുള്ള ദിക്ർ. സുബ്ഹാനല്ലാഹ്, എത്ര കൊല്ലായി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഉളുവിന്റെ ശേഷമുള്ള ആ ദിക്ർ 3 പ്രാവശ്യം കൈ ഉയർത്തിയിട്ട് അതേ ദിക്ർ കുളിക്ക് ശേഷം സുന്നത്തുണ്ട്. പക്ഷെ ഈ സുന്നത്തുണ്ട് എന്ന് കേൾക്കുന്ന നമ്മളത് ചൊല്ലേണ്ട ആൾക്കാരല്ലേ, പിന്നെ ആരാത് ചൊല്ലുന്നത്? അതേ ദിക്ർ 3 പ്രാവശ്യം ഖിബിലാക്ക് തിരിഞ്ഞ് കൈ ഉയർത്തി കണ്ണും മേൽപോട്ടുയർത്തി 3 പ്രാവശ്യം അത് ചൊല്ലൽ സുന്നത്തുണ്ട്. അതിന് പറ്റുന്ന രീതിയിലല്ലേ സഹോദരങ്ങളെ കുളിറൂം പല വീട്ടിലും സംവിധാനിച്ചിരിക്കുന്നത്. അതേ മൂത്രയിക്കാനും മറ്റുമൊക്കെ സജ്ജീകരണം വേറെ, കുളിക്കാനും വേറൊരു സ്ഥലം. അവിടുന്ന് ഈ ശരീരത്തിലെ വെള്ളങ്ങളൊക്കെ തോർത്തുന്നതിന്റെ മുമ്പ് ഒരൊറ്റ മിനിറ്റ് മതി ഒന്നിങ്ങനെ കൈ ഉയർത്തിയിട്ട് ഖിബിലാക്ക് തിരിഞ്ഞു നിന്ന്
മേൽപോട്ട് കൈയും കണ്ണും ഉയർത്തിയിട്ട് 3 പ്രാവശ്യം ആ ദിക്ർ ചൊല്ലുന്നത് ശ്രേഷ്ഠമായ സുന്നത്താണ്. വുളൂഇലും ഉള്ള സുന്നത്ത് പോലെ കുളിക്കും ആ സുന്നത്തുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഇസ്ലാമിന്റെ ആദാബുകളിൽ ശീലിച്ച കുളിയാകണം. ഭക്ഷണം കഴിക്കുന്നതും സഹോദരങ്ങളെ അങ്ങനെയാകണം. ശുദ്ധടക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു വിഷയമാകരുത് ഭക്ഷണം കഴിക്കുന്നത്. അതിന്റെ ആദാബുകളൊക്കെ പാലിച്ചുള്ള ഭക്ഷണ രീതിയാകണം. കിടന്നുറങ്ങാൻ ഒരുങ്ങുമ്പോ മക്കളോടൊക്കെ ബാപ്പയും ഉമ്മയും പറയുന്നു, മക്കളെ മിസ്വാക്ക് ചെയ്ത് നല്ലോണം വുളു എടുത്ത് എല്ലാവരും ഉറങ്ങണം. അങ്ങനെ ശീലമാക്കിയ വീട്ടാകണം നമ്മളെ വീട്. ഇത് കിടക്കാൻ നേരത്ത് മക്കളെ AC ഇട്ടാ, ഇല്ലെങ്കിൽ AC ഇട്ടോളി, ഫാൻ ഇട്ടോളി. മൂത്രയിച്ചോ അതൊരു ചോദിക്കും. കാരണം വീട്ടില് മൂത്രയിക്കണ്ടെന്ന് മൂത്രയിച്ചില്ല, മൂത്രയിച്ചത് കിടന്നു. കൂടെ ഒരു ഉളുവും കൂടി എടുക്കാൻ പറഞ്ഞാൽ, ഒന്ന് മിസ്വാക്ക് ചെയ്യാൻ പറഞ്ഞാൽ അത് പറയണമെങ്കിൽ നമ്മളൊന്ന് ശീലാക്കണം ആദ്യം. ഇത് ചില ആളുകളൊന്നും മിസ്വാക്ക് ചെയ്യും. എന്തുകൊണ്ട്? അടുത്ത് കിടക്കുന്ന ആള് ബുദ്ധിമുട്ടാകണ്ട, ഒന്ന് താഴോട്ട് തള്ളിയിടണ്ടെന്ന് എഴുതിയിട്ടൊരു മിസ്വാക്കിൽ മാത്രം ഒതുക്കരുത്. കാമിലായ വുളു എടുക്കണം. സുന്നത്തുകളെ ഒന്നും നിരുത്സാഹപ്പെടുത്തരുത്, പുച്ഛിച്ച് തള്ളരുത്. നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാനുള്ളതാണ്. ഇമാം നബി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്, മുമ്പ് ഒരാള് ഒരു സ്ഥലത്തേക്ക് ഇൽമു പഠിപ്പിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ ഒരു മനുഷ്യൻ പറഞ്ഞു, ഇൽമു പഠിക്കുന്ന ധാരാളം ആളുകൾ ഇങ്ങനെ പോകുന്ന സ്ഥലമാണ്, അതുകൊണ്ട് എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കണം. എന്താന്ന് ചോദിച്ചു, ഇൽമു പഠിക്കാൻ വേണ്ടി ആരെങ്കിലും വരുമ്പോ മലക്കുകൾ ചിറക് താഴ്ത്തി കൊടുക്കുമെന്നല്ലേ ഹദീസിലുള്ളത്. ഇൽമു പഠിക്കാൻ വേണ്ടി വരുന്ന ആള് ആ ഉദ്ദേശത്തോടുകൂടെ പുറപ്പെട്ട് ആ കേന്ദ്രത്തിലേക്ക് എത്തുന്നവരെ മലക്കുകൾ വലിയ കാവല് കൊടുക്കും. പഠിപ്പിച്ചതാണ്. മലക്കൾ ചിറക് താഴ്ത്തി കൊടുക്കും, വലിയ റഹ്മത്ത് ചെയ്ത് കൊടുക്കും. ഇവര് ചെയ്യാൻ പോകുന്ന ഈ പണിയിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ശ്രേഷ്ഠമായ കർമ്മമല്ലേ. മലക്കുകൾ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോ ആ ഹദീസിനെ പരിഹസിച്ചുകൊണ്ട് ഒരാൾ പറഞ്ഞു, ചവിട്ടുന്ന് നന്നായി ശ്രദ്ധിച്ചു സൂക്ഷിച്ചു. എല്ലായിടത്തും മലക്കുകളെ ചിറകുണ്ടാകും, മലക്കുകളെ ചിറകിലാരും ചവിട്ടിപ്പോകണ്ട. ഹദീസിനെ പരിഹസിച്ചുകൊണ്ടൊരു മനുഷ്യൻ പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, മനുഷ്യന്റെ കാലു മുതൽ ശരീരത്തിന്റെ മേൽഭാഗം വരെ പുഴുക്കള് ബാധിച്ചുപോയി. ക്യാൻസർ പോലോത്ത രോഗം പിടിപെട്ട് നടക്കാൻ കഴിയാതെ തളർന്നുപോയി. രാത്രി കിടന്നുറങ്ങിയ ആള് രാവിലെ എഴുന്നേറ്റാൽ അയാൾക്ക് ആദ്യത്തെ സുന്നത്ത് ദിക്ർ ചൊല്ലലാണ്. ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ നേരെ പോയിട്ട് 2 മുൻകൈ കഴുകണം, 3 പ്രാവശ്യം കഴുകണം. ഇത് വുളൂഇന്റെ സുന്നത്തല്ല, ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ സുന്നത്താണ്. വായിൽ വെള്ളം കൊപ്പിളിക്കണം, മുഖം ഒന്ന് കഴുകണം. മൂത്രമൊഴിക്കുന്നതിന്റെ മുമ്പ്, വിസർജനത്തിന് വേണ്ടി ഇരിക്കുന്നതിന്റെ മുമ്പ് 2 കൈ 3 പ്രാവശ്യം കഴുകിയിട്ട് വായിൽ വെള്ളം കൊപ്പിളിച്ചിട്ട് ഒന്ന് മുഖം നന്നായി കഴുകിയിട്ടേ മൂത്രമൊഴിക്കാനിരിക്കാവൂ, വിസർജിക്കാനിരിക്കാവൂ. ഈ പ്രവർത്തനം ചെയ്യണമെന്ന് പറഞ്ഞിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ലിഅന്നഹു ലാ യദ്രി ഐന ബാത്തത് യദാ. 2 കൈകൾ രാത്രി എവിടെയാണ് രാപ്പാർത്തത് എന്ന് അവൻ അറിയില്ലല്ലോ. അപ്പോൾ ആ ഹദീസിനോട് മത്സരിച്ചു കൊണ്ടൊരു വിദ്യാർത്ഥികാരൻ പറഞ്ഞു, എന്റെ കൈ ഞാൻ ഏതായാലും കഴുകൂല, എന്റെ കൈ എവിടെയാണ് എന്ന് എനിക്ക് നന്നായി അറിയാം. സഹോദരങ്ങളെ, കൈ ഇതിലൂടെ എല്ലാം പോകും. വിയർപ്പുള്ള ഭാഗങ്ങളിൽ ഒരുപക്ഷെ കൈ സ്പർശിക്കും, അതേ സ്വകാര്യ അവയവങ്ങൾ സ്പർശിക്കും. തലയിലുള്ള പേനി ഒന്ന് കടിക്കുമ്പോ കൈ കൊണ്ടൊന്ന് ചൊറിഞ്ഞു വരും. വേറൊരു ഭാഗത്ത് വന്ന് കൊതുക് കടിക്കുമ്പോ കൊതുകിനൊന്ന് ആട്ടിന്ന് വരും. ചിലപ്പോ കൈ കൊണ്ട് കൊതുകിനെ നന്നായി ഒന്ന് വരുതിന്ന് വരും. ഉറുമ്പ് കടിക്കാൻ വേണ്ടി വന്നപ്പോ ഉറുമ്പിനെ പണിയാക്കിന്ന് വരും. പല ഭാഗത്തേക്കും കൈ അങ്ങനെ ചലിക്കുന്നുണ്ടാകും. ഇപ്പോഴത്തെ കാലത്താണ് ആ മനുഷ്യൻ പറഞ്ഞെങ്കിൽ ഒന്ന് ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കാമായിരുന്നു. പക്ഷെ അന്ന് ആ സംവിധാനം കുറവല്ലേ. ഇമാം നബി റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ ഹദീസിനോട് മത്സരിച്ചുകൊണ്ട് അങ്ങനെ പരിഹസിച്ചു പറഞ്ഞപ്പോ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ ആ മനുഷ്യന്റെ കയ്യ് മുയം കഴി വരെ പിൻഭാഗത്തിലൂടെ ഉള്ളിലേക്ക് വലിഞ്ഞുപോയി. കഴുകണമോ ഇല്ലേ എന്ന് അല്ലാഹു അങ്ങ് ബോധ്യപ്പെടുത്തി കൊടുത്തു.
ഹദീസിനെ പുച്ഛിക്കരുത്, സുന്നത്തിനെ അവഗണിക്കരുത്, നിസ്സാരവൽക്കരിക്കരുത്. അതൊക്കെ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കരുത്. പരിഹാസ രൂപത്തിൽ അത് കാണുകയും വിശ്വസിക്കുകയും പറയുകയും ചെയ്യരുത്. നല്ല മഹത്വത്തോടെ ജീവിതത്തിൽ അത് സ്വീകരിച്ച് തഖ്വയുടെ ഭാഗമായി കൊണ്ട് നടക്കാൻ ശ്രമിക്കണം. പരിഹസിച്ച വ്യക്തിയോട് ജനങ്ങൾ ചോദിച്ചു, ഇപ്പൊ കഴുകണമെന്ന് ഉറപ്പായോ, കഴുകണമെന്ന് ബോധ്യമായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാക്കിനെയല്ലേ എതിർത്തത്? അതുകൊണ്ട് സഹോദരാ, നിന്റെ ജീവിതത്തിന്റെ ഓരോ ചെയ്തികളിലും അദബ് പാലിച്ചുകൊണ്ട്, ചിട്ട പാലിച്ചുകൊണ്ട് ജീവിക്കുക. അതാണ് ഏറ്റവും തഖ്വയുടെ നല്ലൊരു മാർഗം. മുത്തഖിയായ നിലക്കുള്ള ജീവിതം ചിട്ടപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശമാണ് അദബുകളോടുകൂടെ ജീവിക്കുക. ഇന്നത്ത തസവ്വുഫ കുല്ലഹു ലഹുവൽ അദബ് വമിനൽ അവാരിഫി ഫത്ലുബൻഹു വഅബ്ബിലാ. ഏറ്റവും നല്ല ആത്മീയത സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, തസവ്വുഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു നടക്കുക എന്നുള്ളതല്ല. ലഹുവൽ അദബു, അദബ് ശീലിക്കലാണ്. ഓരോ സംഗതിക്കും ഓരോ അദബുണ്ട്. ഞാൻ ഒന്നാകെ വിശദീകരിക്കുകയല്ല. ഓരോ സംഗതിക്കും പഠിപ്പിച്ച അദബുകളൊക്കെ സുന്നത്തുകളെ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ആ സുന്നത്തുകൾ പാലിച്ചുകൊണ്ട് നിർവഹിക്കുമ്പോ അതിനേറ്റവും നല്ല സ്വീകാര്യത ലഭിക്കും. തഖ്വയിൽ അർപ്പിതമായ അമലായി മാറും. അങ്ങനെയാകുമ്പോ നിന്റെ ഓരോ ചലന നിശ്ചലനങ്ങളും മുത്തഖീങ്ങളെ ചലന നിശ്ചലനങ്ങളായി മാറും. നിന്റെ ഉറക്കവും നിന്റെ ഉണർവും നിന്റെ നടത്തവും നിന്റെ അധ്വാനവും നിന്റെ സമ്പാദ്യവും നിന്റെ ഭക്ഷണം കഴിക്കലും നിന്റെ വെള്ളം കുടിക്കലും നിന്റെ വിശ്രമിക്കലും എല്ലാ സംഗതികളും ആ അദബിൽ അധിഷ്ഠിതമായി മാറുമ്പോ നീ യഥാർത്ഥത്തിൽ ഒരു മുത്തഖിയായി മാറും. യഥാർത്ഥ തഖ്വയുള്ളവരായി ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തഖീങ്ങളെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഒരൊറ്റ ഹദീസ് കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. മദീനയിൽ നിന്ന് യമനിലേക്ക് പോകാൻ വേണ്ടി യാത്രയപ്പ് നൽകുന്ന മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ കൈപിടിച്ചുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ അതിർത്തിയിൽ കൊണ്ടുവന്നുകൊണ്ട് മുആദ് റളിയല്ലാഹു അൻഹുവിന് ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് യാത്ര പറയുമ്പോ പറഞ്ഞു, മുആദേ, അടുത്ത കൊല്ലം നിങ്ങൾ മദീനയിൽ വരുമ്പോ ഒരുപക്ഷേ ഞാൻ മദീനയിൽ ജീവിച്ചിരിക്കില്ല. നിങ്ങൾ എന്റെ ഖബറിന്റെ സമീപത്തുകൂടെ നടന്നു പോയേക്കാം മുആദ്. ഇത് പറഞ്ഞപ്പോ മുആദ് റളിയല്ലാഹു അൻഹു ആ വേർപാടിന്റെ വിഷമം ആലോചിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയി. മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുആദേ, ഔലന്നാസി ബി യൗമൽ ഖിയാമ, നമ്മൾ സംഗമിക്കുന്നത് ഖിയാമത്ത് നാളിലല്ലേ? ഖിയാമത്ത് നാളിൽ ജനങ്ങളിൽ എന്നോട് ഏറ്റവും ബന്ധമുള്ളത് അൽ മുത്തഖൂൻ ഐനമാ കാനൂ ഹൈസുമാ കാനൂ. മുത്തഖീങ്ങളായി ജീവിച്ചവരാണ്. ഏത് നാട്ടിലാണെങ്കിലും ശരി, ഏത് രൂപത്തിലാണെങ്കിലും ശരി, മുത്തഖിയായി ജീവിച്ച ആളാണോ എന്നോട് ഖിയാമത്ത് നാളിൽ ഏറ്റവും ബന്ധമുള്ളവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നല്ല ബന്ധം പുലർത്താൻ കഴിയണമെങ്കിൽ ദുനിയാവിലെ പേര് പോരാ, പെരുമ പോരാ, തറവാട് പോരാ, നീ നല്ല സമ്പത്തുള്ള ആളാണെന്ന കേളി പോരാ, നല്ല അറിവുള്ള ആളാണ് എന്നുള്ള മഹത്വം പോരാ. മുത്തഖിയായ നിലക്ക് ജീവിച്ച് മരിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.